കാണാൻ സാധിക്കും. സംവാദങ്ങൾ എത്ര സംവാദങ്ങളാണ് രാമായണത്തിലും ഭാരതത്തിലും നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഉപദേശങ്ങൾ. ഇപ്പോൾ ലക്ഷ്മണോപദേശമൊക്കെ നമ്മൾ വിദ്യാഭ്യാസത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ന് എന്താണ് പഠിക്കുന്നത് എന്ന് കലാലയങ്ങളിൽ ചെന്ന് നോക്കിയാൽ ചോദിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ലക്ഷ്മണോപദേശമൊക്കെ പഠിച്ച് ഉരുവിട്ട് മനസ്സിലാക്കിയവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും. അപ്പോൾ ഇത്തരത്തിൽ സംവാദം എന്നുള്ളത് നമ്മുടെ അറിവ് പകർന്നു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിരുന്നു എന്നതാണ് മനസ്സിലാവേണ്ടത്. ഈ സംവാദത്തിൽ ഏർപ്പെടുന്ന രണ്ടാളുകളെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം എന്നാണ് ഞാൻ കരുതുക. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന രണ്ടാളുകൾ, ഒന്ന് നാരദനും മറ്റൊന്ന് വസുദേവനുമാണ്. നാരദൻ, ആരാണ് നാരദൻ എന്ന് ചോദിച്ചാൽ ഈ പേര് നമുക്ക് വളരെ പരിചിതമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് നാരദൻ. ഈ പേര് ചേർത്ത് നാം കൈപ്പുഴയിലും ശാസ്താങ്കലും ഒക്കെ ധാരാളം ആളുകളെ വിളിക്കാറുമുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ നാരദൻ്റെ പേര് ചേർത്ത് പലരെയും വിളിക്കാറുണ്ട്. ഇദ്ദേഹത്തെപ്പറ്റി കേട്ടിട്ടുള്ള കഥകൾ എണ്ണിയാൽ ഒടുങ്ങില്ല. എത്ര കഥകളാണ് ഇദ്ദേഹത്തെക്കുറിച്ച് നാം കേട്ടിട്ടുള്ളത്. എവിടെ നിന്നാണ് നാം ഈ കഥകളൊക്കെ കേട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിനൊരു പ്രാമാണിക ഗ്രന്ഥത്തിൻ്റെ അടിത്തറയൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ കഥകൾ ധാരാളം നാം കേട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കി വച്ചിട്ടുള്ള കഥകൾ, നോവലുകൾ, സിനിമകൾ, സീരിയലുകൾ, ചിത്രകഥകൾ, നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ പണ്ട് നടത്തിക്കൊണ്ടിരുന്ന ബാലെ, നാടകങ്ങൾ, ഇതിൽ നിന്നെല്ലാം നാം നമ്മുടെ ഭാവനയിൽ ഒരു നാരദനെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ആ നാരദൻ ആരാണ്? ഏഷണിക്കാരനാണ്, പരദൂഷണക്കാരനാണ്, മറ്റുള്ളവരെ തമ്മിൽ തല്ലിക്കുന്നവനാണ്, ഇവിടെ നടക്കുന്നത് അവിടെ പോയി പറയുന്നവനാണ്. ഇതിൽ പരം മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇത്രയും കൊള്ളരുതാത്ത ഒരാളായിട്ടാണ് നാരദനെ നാം നമ്മുടെ ഭാവനയിൽ മനസ്സിലാക്കി വച്ചിട്ടുള്ളത്. എന്നാൽ ആരാണ് നാരദൻ? അത് നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. അതിനേറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വാൽമീകി രാമായണത്തിലെ ബാലകാന്ഡം തുടങ്ങുന്ന ശ്ലോകത്തിൽ തുടങ്ങുന്നത് വാൽമീകി നാരദ സംവാദത്തിലാണ്. അവിടെയും ഒരു സംവാദമുണ്ട്. ആ സംവാദം തുടങ്ങുന്നത് വാൽമീകി മഹർഷിയും നാരദനും തമ്മിലാണ്. അപ്പോൾ ആ ശ്ലോകത്തിൽ തന്നെ വാൽമീകി ഈ സംവാദത്തിൽ ഏർപ്പെടുന്ന നാരദൻ്റെ ഗുണവിശേഷണങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ ആരാണ് നാരദൻ എന്ന് നമുക്ക് മനസ്സിലാവും. അതിപ്രകാരമാണ് വാൽമീകി ആ ശ്ലോകം തുടങ്ങുന്നത്. ഇങ്ങനെയാണ് ബാലകാന്ഡം തുടങ്ങുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ആദ്യ ശ്ലോകം ഇങ്ങനെയാണ്: തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംബരം നാരദം പരമപ്രച്ഛ വാൽമീകീർ മുനിപുങ്കവം എന്നാണ്. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംബരം. തപസ്വി, നാരദനെ കുറിച്ചാണ്. നാരദൻ ഒരു മുനിയാണ്, മുനിശ്രേഷ്ഠനാണ് എന്ന് വാൽമീകി അവതരിപ്പിക്കുകയാണ് നാരദനെ. മുനിപുങ്കവനാണ് നാരദൻ. പിന്നീട് പറയുന്നു അദ്ദേഹം വാഗ്വിദാംബരനാണ്. അങ്ങനെയാണ് രണ്ടാമത്തെ ശ്ലോകം. അങ്ങനെയാണ് തപസ്വി വാഗ്വിദാംബരം. വാഗ്വിദാംബരൻ ആരാണ്? വാക്കുകളുടെ പൊരുളറിയുന്നവരിൽ മുൻപനാണ്. നോക്കൂ, വാക്കുകളുടെ അർത്ഥമറിയുന്നതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ആളാണ് നാരദൻ എന്ന് പറയുന്നതാരാണ്? വാക്കുകൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചിട്ടുള്ള വാൽമീകി മഹർഷി ആദി കവി നാരദനെ കുറിച്ച് പറയുകയാണ്. വാഗ്വിദാംബരനാണ്. പിന്നീടും തീർന്നിട്ടില്ല. വീണ്ടും വാൽമീകി പറയുന്നു തപസ്വാധ്യായ നിരതൻ. തപസ്സും സ്വാധ്യായവും ചെയ്യുന്നവനാണ്, അതിൽ മുഴുകി നിൽക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, പഠിപ്പിക്കാൻ അറിയുന്ന നല്ല ഒന്നാന്തരം ഗുരുവാണ് നാരദൻ എന്ന്. നമുക്കിന്ന് അറിവുള്ള ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അകത്ത് മാത്രം ഇരിക്കും, പഠിപ്പിക്കാൻ അറിയില്ല. ഇവിടെ നാരദൻ അപ്രകാരമല്ല. പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, നല്ല ഭംഗിയായി മറ്റുള്ളവരോട് അത് പറയാൻ അറിയുന്നവനാണ്, കഴിവുള്ളവനാണ് എന്ന്. അപ്പോൾ ഇത്രയധികം ഗുണവിശേഷങ്ങൾ പുലർത്തുന്ന ഒരാളിനെ കുറിച്ചാണ്, ഒരു മഹാത്മാവിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ നാം ഈ ഭാവനയിൽ നാരദനെ മറ്റൊന്നായി ചിത്രീകരിച്ചു വച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ നാരദനെ നാം കാണുന്നത് രാമായണത്തിൽ വാൽമീകി പറയുന്നിടത്ത് മാത്രമല്ല,
നാരദൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഋഗ്വേദത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, അഥർവവേദത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, ഐതരേയ ബ്രാഹ്മണത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, ഛന്ദോഗ്യോപനിഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, രാമായണത്തിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്. ഇവിടങ്ങളിലെല്ലാം നാരദൻ പ്രത്യക്ഷപ്പെടുന്നത് ധർമ്മ സംസ്ഥാപനത്തിനായിട്ടാണ്, ലോക കല്യാണത്തിനായിട്ടാണ്, എല്ലാവർക്കും നന്മ പുലർത്തുന്നതിനു വേണ്ടിയിട്ടാണ്. നാരദൻ ഇടപെടുന്ന സന്ദർഭങ്ങളെല്ലാം അത്തരത്തിലുള്ളതാണ്. വസുദേവൻ്റെ അടുത്ത് വന്നിട്ടുള്ളതും ഈ പ്രഭാഷണം കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും അതെന്തിനു വേണ്ടിയിട്ടാണ് നാരദൻ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ അത്തരത്തിലാണ് എവിടെയും നാരദനെ നാം കണ്ടിട്ടുള്ളത്. നാരദന് ഏത് ലോകത്തും എപ്പോഴും കടന്നു ചെല്ലാൻ അനുവാദമുള്ളവനാണ് എന്ന്. ഏഷണിക്കാരനും പരദൂഷണക്കാരനും തമ്മിൽ തല്ലിക്കുന്നവനുമാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളിനെ നമ്മുടെ വീട്ടിൽ നാം കയറ്റിയിരുത്തുമോ? നാരദൻ നോക്കൂ, നാരദൻ എവിടെയും എപ്പോഴും ഏത് സമയത്തും അനുവാദമില്ലാതെ കടന്നു ചെല്ലാൻ പറ്റുന്നവനാണ്. അത്ര സർവരാലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആളാണ് നാരദൻ എന്ന. അല്ല എങ്കിൽ ഇന്നത്തെ നിയമം അനുസരിച്ച് കാപ്പ അത് ചുമത്തി നാട് കടത്തേണ്ടവനാണ് നാരദൻ, ഏഷണിക്കാരനും കുഴപ്പക്കാരനുമാണെങ്കിൽ. അപ്പോൾ നാരദൻ അങ്ങനെയുള്ള ആളല്ല, സർവരാലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആളാണ് എന്ന് നമ്മൾ അറിയണം. അത് മാത്രമല്ല, വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊന്നു കൂടിയുണ്ട്. നല്ല ഒന്നാന്തരം ന്യൂസ് റീഡറാണ് നാരദൻ. നല്ല ഒന്നാന്തരം ന്യൂസ് റീഡറാണ്. ഇന്നത്തെ കാലഘട്ടമായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രസ് കാർഡ് കയ്യിലുള്ള ആളാണ്. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രസ് കാർഡ് കയ്യിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ വിദേശ രാഷ്ട്ര തലവന്മാരും ഒക്കെ വരുമ്പോൾ അവിടെ എൻട്രൻസ് ഉള്ള, അവിടെ പ്രവേശനമുള്ളത് വളരെ ഉന്നത നിലവാരത്തിലുള്ള മാധ്യമ പ്രവർത്തകർക്കാണ്. അപ്പോൾ ഇവിടെ നാരദനെ സംബന്ധിച്ച് എത്ര ഉന്നതമായ വേദിയിലും കടന്നു ചെല്ലാൻ പറ്റും എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിപ്ലോമാറ്റിക് പ്രസ് കാർഡ് ഉള്ള ആളാണ് നാരദൻ എന്ന്. എവിടെയും കടന്നു ചെല്ലാൻ അദ്ദേഹത്തിന് പറ്റും. നല്ല ഒന്നാന്തരം ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്ന. സമൂഹത്തിനും വ്യക്തികൾക്കും ഇടയിലുള്ള വാർത്തകളെ സത്യസന്ധമായി പകർന്നു നൽകുന്നവനാണ് നാരദൻ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഭാരതത്തിൽ മാധ്യമ പ്രവർത്തകരുടെ മാധ്യമ ജയന്തി നാരദ ദിനമാണ് എന്നറിയണം. അപ്പോൾ നാരദൻ ആരാണ്? നല്ല ഒന്നാന്തരം മാധ്യമ പ്രവർത്തകനാണ് എന്നുകൂടി അറിയുമ്പോഴാണ് ശരിയായ നാരദനെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നാം തയ്യാറാവണം എന്നാണ്. ഇനി നാരദനെ മനസ്സിലാക്കാൻ മറ്റൊരു മാർഗം കൂടിയുണ്ട്. ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ്, ഇവിടെ നമ്മുടെ പ്രപിതാക്കളാരും പൂർവികരാരും പാഴ്വാക്ക് പറഞ്ഞിട്ടില്ല. അർത്ഥമുള്ള വാക്കേ നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളൂ. ഓരോ വാക്കും അർത്ഥമുള്ളതാണ് എന്ന്. ഇവിടെ നാരദൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയാൽ, നാരം പരമാത്മ വിഷയകം ജ്ഞാനം ദദാതി ഇതി നാരദ. നാരദൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് കൃത്യമായി പറയുകയാണ്. നാരം പരമാത്മ വിഷയകം ജ്ഞാനം ദദാതി ഇതി നാരദ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവിൻ്റെ അങ്ങേ അറ്റത്ത് ആരെത്തി നിൽക്കുന്നുവോ അവനാണ് നാരദൻ. അപ്പോഴോ അറിവാണ് നാരദൻ. അറിവാണ് നാരദൻ എന്ന് നമുക്കറിയാം. അറിവാണ് സത്യമെന്ന് പറഞ്ഞ് ലോകസഞ്ചാരം നടത്തിയിട്ടുള്ള ഒരു മഹാത്മാവിനെ കുറിച്ചാണ് നമ്മൾ കുട്ടികളോട് പറയുന്നത്, നീ നാരദനെ പോലെ ആവരുത്. സർവകാര്യങ്ങളിലും ഒന്നാമനായി മാറിയിട്ടുള്ള ആൾ, സർവരാലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആൾ, അങ്ങനെയുള്ള ഒരാളിനെ പോലെ ആവരുത് എന്ന് നാം നമ്മുടെ കുട്ടികളോട് പറയുമ്പോൾ അവർ പിന്നെ ആരായി തീരണം എന്നുകൂടി സനാതന ധർമ്മ വിശ്വാസികൾ ഒന്ന് മനസ്സിലാക്കണം എന്ന് എൻ്റെ ഒരു അപേക്ഷയാണ്. നാരദനെ, ആ ഋഷി സങ്കല്പത്തെ ആദരപൂർവം കൃതജ്ഞതാപൂർവം മനസ്സിലാക്കാൻ സത്രവേദികൾ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഇത്തരുണത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്. സംവാദത്തിലെ രണ്ടാമത്തെ ആൾ വസുദേവനാണ്. വസുദേവനെയും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്ര ഭാഗ്യമുള്ള ഒരാൾ ലോകത്തിലുണ്ടോ ഇല്ലേ? നമ്മളൊക്കെ ഇങ്ങനെ ആരിലേക്ക് ലയിക്കാനാണ്, ആരിലേക്ക് ചേരാനാണ്, ആരുടെ സാന്നിധ്യം കൊതിക്കുന്നു, ആരുടെ ദർശനത്തിനായി പ്രയത്നിക്കുന്നു, ആ ആളിനെ മകനായി ലഭിക്കുക. ഇതിൽ പരം ജന്മപുണ്യം മറ്റൊന്നുണ്ട് ഇല്ലേ? വാസുദേവൻ എന്ന് നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് വസുദേവനുമായി ചേർത്തിട്ടാണ്. അപ്പോൾ സ്വന്തം മകൻ എത്ര അവതാര തുല്യമായി ഭഗവാനായി തൻ്റെ ഒപ്പം കഴിഞ്ഞുകൂടുന്ന ഒരച്ഛൻ,
അങ്ങനെയുള്ള ഒരു അച്ഛന് സംശയം ജനിക്കുന്നു. സംശയം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് കേട്ടോ. ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം, അത് അദ്ദേഹത്തിന് ഉണ്ടാവുകയും അദ്ദേഹം ഈ വീട്ടിലുള്ള ഭഗവാനോട് ഇത് ചോദിക്കണില്ല. എല്ലാം അറിയുന്നവനാണ് വീട്ടിലുള്ളത്, സർവ്വസമയവും കൂട്ടത്തിലുണ്ട്. പക്ഷേ അദ്ദേഹം ഭഗവാനോട് ചോദിക്കണില്ല. അപ്പോൾ നാരദരി വസുദേവൻ്റെ സംശയം, ഈ സംവാദം തീരുമ്പോൾ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന നാരദൻ്റെ ഒരു കമൻ്റ് ഉണ്ട് വസുദേവനോട്. നീ എന്തിനത്ര ആശങ്കപ്പെടുന്നു? നിൻ്റെ വീട്ടിലല്ലേ ഇന്ന ആളിരിക്കുന്നത്, അവനിൽ വിശ്വസിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും നിനക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് നാരദൻ പോവുക. അപ്പോൾ ഈ വസുദേവൻ ഈ മകനോട് ഇത് ചോദിക്കുന്നില്ല. ആരാ മകൻ? ജഗദ്ഗുരുവാണ് അല്ലേ? ജഗദ്ഗുരുവാണ്. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്നാണ്. ജ്ഞാനമൂർത്തിയാണ്. ലോകത്തിന് ഗീത ഉപദേശിച്ച ഗുരുനാഥനാണ്. സർവജ്ഞാനിയാണ്, ബ്രഹ്മജ്ഞാനിയാണ്. ഇതിനപ്പുറത്ത് മറ്റൊരാളില്ല. ലോക ജനതയെ, മാനവരാശിയെ ഇത്ര സ്വാധീനിച്ചിട്ടുള്ള ഗുരുനാഥൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റാളേ ഉള്ളൂ, ശ്രീകൃഷ്ണ ഭഗവാനാണ്. സമ്പൂർണ്ണ അവതാരമാണ്. അദ്ദേഹം വീട്ടിലിരിക്കുമ്പോൾ വസുദേവൻ ഇത് ചോദിക്കുന്നത് നാരദരോടാണ്. എല്ലാം അറിയുന്നവൻ വീട്ടിലിരിപ്പുണ്ട്, പക്ഷേ ചോദിച്ചത് നാരദരോടാണ്. അവിടെയും നാരദൻ്റെ മഹത്വം എന്താണ് എന്ന് നാം അറിയണം. എത്ര സവിശേഷ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഋഷി സങ്കല്പമായിട്ടാണ് നാരദർ കടന്നു വരുന്നത് മറ്റൊരു കഥാസന്ദർഭത്തിലേക്ക് എന്ന് നാം അറിയണം. ഇതാണ് ഈ സംവാദത്തിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികൾ. സംവാദം പറയുന്നതിന് മുൻപ് ഈ സംവാദത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ. നമ്മളൊരാളെ കാണുമ്പോൾ, പരിചയപ്പെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയും ഇല്ലേ? എവിടുന്നാണ് വരിക, ആരുടെ മകനാണ്, ഞാനിവിടെ വന്നപ്പോൾ എന്നോട് 2-3 പേര് ചോദിച്ചു, കടുത്തുരുത്തിയിൽ എവിടാണ്, അവിടെ ഇന്നൊരു ക്ഷേത്രം ഉണ്ടല്ലോ. അപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഭാര്യയുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ, എൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ പരിചയപ്പെടുകയാണ് നമ്മൾ എന്ന് പറയുന്നത് പോലെ നാരദരെയും വസുദേവരെയും നമ്മളൊന്ന് പരിചയപ്പെട്ടു എന്ന് മാത്രം ധരിച്ചാൽ മതി. അവിടെ നിന്നാണ് വസുദേവൻ്റെ സംശയം ആരംഭിക്കുന്നത്. എന്താ വസുദേവൻ്റെ സംശയം? സംശയം എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ഒരാഗ്രഹം. സംശയം ഇത്രയേ ഉള്ളൂ, ഭാഗവത ധർമ്മത്തിൻ്റെ സ്വഭാവം എന്താണ്, എന്താണ് നമ്മുടെ ഭാഗവത ധർമ്മം എന്നുള്ളത്, എന്താണ് ആധ്യാത്മിക ധർമ്മം എന്താണ് എന്നതാണ് വസുദേവരുടെ സംശയം. അപ്പോൾ നാരദ മഹർഷി അവിടെ മറ്റൊരു കഥാസന്ദർഭത്തെ കൊണ്ടുവരികയാണ്. അത് നമ്മുടെ പൂർവികരുടെ, ഗുരുക്കന്മാരുടെ ഒരു രീതിയാണ്. ഈ കഥകളിലൂടെ, ആഖ്യാനങ്ങളിലൂടെ അറിവ് പകർന്നു നൽകുക. അപ്പോൾ നേരെ ചോദ്യത്തിന് ഉത്തരം പറയുകയല്ല ഈ ജ്ഞാനിയായ നാരദൻ ചെയ്തിട്ടുള്ളത്. നാരദൻ മറ്റൊരു കഥാസന്ദർഭത്തെ അവിടെ കൊണ്ടുവന്ന് വസുദേവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അതാണ് നവയോഗി ഉപാഖ്യാനം എന്നുള്ളത്. നവയോഗികളുടെ ഒരു ഉപാഖ്യാനം നാരദൻ വസുദേവരുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അവിടെ ആരാണ് നവയോഗികൾ? 9 യോഗീശ്വരന്മാരാണ് നവയോഗികൾ. അവരാരൊക്കെയാണ്? ഋഷഭദേവൻ്റെ, അവതാര തുല്യനായ ഋഷഭദേവൻ്റെ 100 മക്കളിൽ മൂത്തയാളിനെ നമുക്കൊക്കെ നല്ല പരിചയമുണ്ട്. കാരണം നമ്മുടെ നാടുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ് ഭരതൻ. ആ ചക്രവർത്തിയുടെ സ്മരണയാണ് ഭാരതം എന്നുള്ളത്. ഈ നാടിൻ്റെ പേര് അജനാഭം എന്നായിരുന്നു, ഈ ഖണ്ഡത്തിൻ്റെ പേര്. ആ അജനാഭത്തെ ഭാരതം എന്നാക്കി മാറ്റിയത് ഭരത ചക്രവർത്തിയുടെ സദ്ഭരണം കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ടാണ് ഭാരതം എന്ന പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഭാരതം എന്നുള്ളത് ഭരതൻ്റെ രാജ്യം എന്ന് പറയുമ്പോൾ ആ ഭരതനായിരുന്നു ഋഷഭ ചക്രവർത്തിയുടെ 100 മക്കളിൽ മൂത്തയാൾ. പിന്നെയുള്ള 99 ആളുകളിൽ ഏറ്റവും അവസാനത്തെ 9 പേരാണ് നവയോഗികൾ. ജയന്തി എന്ന് പറയുന്ന ഭാര്യയിലാണ് ഈ ഋഷഭദേവന് 100 കുട്ടികൾ ഉണ്ടാവുന്നത്. അതിലേറ്റവും അവസാനത്തെ 9 ആളുകളെയാണ് നവയോഗികൾ എന്ന് പറയുക. അവരുടെ പേര് ഇപ്രകാരമാണ്: കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. നമ്മുടെ ഇന്നത്തെ പേരുകളൊന്നും അല്ല കേട്ടോ. ഇതിനൊക്കെ അർത്ഥമുള്ള പേരുകളാണ്. ഇവരൊക്കെ വലിയ പണ്ഡിതരുമാണ്. എന്താ ഇവരുടെ പണി എന്താണ്? ഈ യോഗികൾ വളരെ ജ്ഞാനികളാണ്. ഇവർ ഒരുമിച്ച് അറിവ്, തത്വം, ബ്രഹ്മജ്ഞാനം ലോകത്തിൽ വിളംബരം ചെയ്തുകൊണ്ട് നടക്കലാണ് പണി. ഇത് തന്നെയാണ് നമ്മുടെ നാരദൻ്റെയും പണി.
അപ്പോൾ നാരദൻ അതിൻ്റെ കൂടെ സകല കലാവല്ലഭനാണ് എന്നുള്ളതേ ഉള്ളൂ. സംഗീതം കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യും. 64 കലകളിലും വിശാരദനായിരുന്നു നാരദൻ. ഇപ്പോൾ ഈ നവയോഗികളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സംസ്കാരം അതുതന്നെയാണ്. അറിയുന്നത് പറയുക എന്നുള്ളത് നമ്മുടെ സംസ്കാരമാണ് എന്നാണ്. പറഞ്ഞ് ശീലിച്ചവരാണ് നമ്മൾ, പറഞ്ഞു പഠിച്ചവരാണ് നമ്മൾ, എഴുതി പഠിച്ചവരല്ല. അപ്പോൾ അത്തരത്തിൽ ഈ നവയോഗികൾ ലോകസഞ്ചാരം നടത്തിയിട്ട് ഈ തത്വത്തെ, ജ്ഞാനത്തെ ലോകത്തിന് പകർന്നു കൊടുത്ത് നടക്കുന്നവരാണ്. ഇതാരാ പറയുക? നാരദൻ വസുദേവരോട് പറയുകയാണ് നവയോഗികളെക്കുറിച്ച്. ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഈ നവയോഗികൾ നിമി ചക്രവർത്തി ഒരു യാഗം നടത്തിയപ്പോൾ അവിടെ വന്നു എന്നാണ്. അപ്പോൾ ഇവിടെ സത്രം നടത്തിയപ്പോൾ ഞങ്ങൾ വന്നു എന്ന് പറയുന്നത് പോലെ നിമി ചക്രവർത്തി ഒരു സത്രയാഗം നടത്തിയപ്പോൾ നവയോഗികൾ അവിടെ എത്തിച്ചേരുകയാണ്. ആ നവയോഗികളെ യഥാവിധി സ്വീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് നിമി ചക്രവർത്തി സത്രവേദിയിൽ കൊണ്ടുവരുന്നു, സ്വാഗതം ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം ഈ നവയോഗികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിലെ ആദ്യത്തെ ചോദ്യമാണ്, വസുദേവ നീ എന്നോട് ചോദിച്ചത്. നോക്കൂ, ആ കോണ്ടെക്സ്റ്റിനെ എങ്ങനെയാണ് അദ്ദേഹം നവയോഗി ഉപാഖ്യാനവുമായി ചേർക്കുന്നത് എന്നാണ്. വസുദേവൻ്റെ ചോദ്യത്തെ നവയോഗികളോട് നിമി ചക്രവർത്തി ചോദിച്ച ആദ്യത്തെ ചോദ്യമായി നാരദൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ നിമി ചക്രവർത്തിയോട് നവയോഗികളിലെ ആദ്യത്തെയാൾ കവി എന്ന് പറയുന്ന യോഗീശ്വരൻ കൊടുത്തിട്ടുള്ള ഉത്തരം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിന്റെ ചോദ്യം അതായിരുന്നല്ലോ, ഭാഗവത ധർമ്മത്തിൻ്റെ എന്താണ് ഭാഗവത ധർമ്മം എന്നാണ് ചോദിച്ചത്. അത് ഇപ്രകാരമാണ് എന്ന് പറഞ്ഞ് നവയോഗികളിൽ കവി എന്ന് പറയുന്ന യോഗീശ്വരൻ മറുപടി പറയുന്നു, ഭാഗവത ധർമ്മം എന്താണ്. അപ്പോൾ അവിടെ കവി പറയുന്നത്, വസുദേവ ഇങ്ങനെയാണ്. നാരദൻ തുടങ്ങുകയാണ്. ഈ ജിജ്ഞാസ, ഈ സംശയം ദൂരീകരിക്കുന്നതിന് നാരദൻ നവയോഗികളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഉത്തരം നാരദൻ ഇപ്രകാരമാണ് പറയുക. മനുഷ്യനെ സംബന്ധിച്ച് പ്രധാനമായി 3 കരണങ്ങളാണുള്ളത്: വാക്ക്, ചിന്ത, പ്രവൃത്തി. നമ്മൾ ഈ സംസാരത്തിൽ ഇടപെടുന്നത് മുഴുവൻ ഈ 3മായി ബന്ധപ്പെട്ടാണ്. വാക്കും ചിന്തയും പ്രവൃത്തിയുമാണ്. ഇത് ഈ സംസാരത്തിൻ്റെ വിവിധ വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. നമുക്കിതിൽ നിന്ന് മോചനമില്ല. ഇവിടെ ഈ സത്രത്തിലിരിക്കുമ്പോഴും ഉച്ചയ്ക്ക് വീട്ടിലിരിക്കുന്ന കൊച്ചുണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കുമോ എന്ന് മനസ്സിലുണ്ട്. എവിടെയെങ്കിലും പറയാതെ ഇറങ്ങിപ്പോവുമോ എന്നുണ്ട്. ഇവിടെ ഉച്ചയ്ക്കിന്ന് എന്താണ് ഭക്ഷണം എന്നുള്ളതിനെക്കുറിച്ചൊരു ആലോചനയുണ്ട്. രാവിലത്തെ ഇഡലി കൊള്ളാം എന്ന് കരുതുന്നവരുണ്ട്. ഇത്തരത്തിൽ വിഷയബന്ധിതമായി നമ്മുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം എപ്പോഴും സംസാരത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന്. ഈ വിഷയങ്ങളെ സംസാരത്തിൽ ഇങ്ങനെ, ഈ സംസാര സമുദ്രത്തിൽ ഇങ്ങനെ പടർന്നു നിൽക്കുന്ന നമ്മുടെ കരണങ്ങളെ ഈശ്വരനിലേക്ക് ചേർക്കലാണ് ഭാഗവത ധർമ്മത്തിൻ്റെ സ്വരൂപം എന്നാണ് കവി എന്ന് പറയുന്ന യോഗീശ്വരൻ ഉത്തരം കൊടുക്കുന്നത്. ഭാഗവത ധർമ്മം എന്താണ് എന്നാണ്. വീണ്ടും കവി പറയുന്നു, മനുഷ്യർ പൊതുവിൽ അജ്ഞാനികളാണ്. അതുകൊണ്ടാണ് ഈ രാഗദ്വേഷങ്ങളിലും സുഖദുഃഖങ്ങളിലുമൊക്കെ ഇങ്ങനെ മുഴുകിയിട്ട് ജനിച്ച് മരിച്ച് ഭയപ്പെട്ട് ജീവിക്കുകയാണ്. ജ്ഞാനമുണ്ടാവുന്നില്ല എന്നാണ്. ജ്ഞാനമുണ്ടായാൽ ഭയം മാറും. അറിവ് നേടിയാൽ അഭയമുണ്ടാവുമെന്നാണ് സംസ്കാരം. അപ്പോൾ ഭയം നീങ്ങാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, ജ്ഞാനമാണ്. അത് നേടുക എന്നുള്ളത്. ഇവിടെ അതില്ല. ഈ രാഗദ്വേഷങ്ങളിൽ, സംസാരത്തിൻ്റെ വിഷയങ്ങളിൽ ഇങ്ങനെ നടക്കുകയാണ്, അതിൽ മുഴുകി നിൽക്കുകയാണ്, ഭയപ്പെട്ട് നിൽക്കുകയാണ്, സുഖത്തെ അന്വേഷിക്കുകയാണ്. പക്ഷേ സുഖം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ദുഃഖമാണ് ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും. ജീവിതം മുഴുവൻ എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ചാൽ, ഒരു ത്രാസിലിട്ട് പരിശോധിച്ചാൽ പൂന്താനം പറയുന്നുണ്ട് എപ്പോഴൊക്കെയാണ് സുഖം കിട്ടിയിട്ടുള്ളത് എന്ന്. ഭൂരിഭാഗവും ദുഃഖമാണ്. ജീവിതം ദുഃഖപൂർണമാണ് എന്ന് ഭാരതം വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദുഃഖത്തിൽ നിന്നുള്ള മോചനം എന്താണ്? ഭഗവത് സേവ എന്നുള്ളതേ ഉള്ളൂ. ഈശ്വരനിലേക്ക് നമ്മുടെ കരണങ്ങളെ ചേർക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ജ്ഞാനരൂപിയായിട്ടുള്ള ഈശ്വരനിലേക്ക് സർവാത്മന ആശ്രയിക്കലാണ് ഭാഗവത ധർമ്മം. വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മനസ്സിൽ ഭഗവാനെ ഉറപ്പിക്കലാണത്. മനസ്സിലേക്ക് ഭഗവാനെ ഉറപ്പിക്കുക. കാണുന്നതെല്ലാം ഭഗവത് സ്വരൂപമായി നമുക്ക് എപ്പോൾ തോന്നുന്നുവോ നാം ഭാഗവത ധർമ്മത്തെ സ്വാംശീകരിച്ചവരായി മാറും എന്നാണ് പറയുന്നുണ്ടല്ലോ. യാതൊന്നു കാണുവതു നാരായണായ നമ, യാതൊന്നു കേൾക്കുവത് നാരായണായ നമ എന്നാണ് ഇല്ലേ. അതുപോലെ പൂന്താനം പറയുന്നു, എന്താ പറയുക, ഭക്തി കൈകൊണ്ട് മത്തനെ പോലെ നൃത്തം കുതിക്കണമെന്ന്.
അപ്പോൾ ഭഗവാനിൽ ഭക്തി ഉണ്ടായിട്ട് നമുക്ക് ആനന്ദത്തിൽ നൃത്തം ചെയ്യാൻ പറ്റുന്ന അവസ്ഥ എന്നുള്ളതാണ്. ഭഗവാൻ സർവം ഭഗവാൻമയമായി മാറുക, ഭഗവത്മയമായി എപ്പോൾ നാം മാറുന്നുവോ അതാണ് ഭാഗവത ധർമ്മം എന്ന് വളരെ ലളിതമായി പറയുന്നു. നമ്മുടെ ഭാഗവത ധർമ്മവും നമ്മുടെ അനുഷ്ഠാനങ്ങളും രീതികളുമെല്ലാം ഇത്തരത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. നരനെ നാരായണനാക്കലാണത് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ നിമി ചക്രവർത്തി രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. എന്താ രണ്ടാമത്തെ ചോദ്യം? ഭാഗവത ധർമ്മത്തെ നന്നായി മനസ്സിലാക്കിയിട്ട് ഈ അഭയം കിട്ടിയിട്ടുള്ള, ഈശ്വരനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരാളിൻ്റെ ലക്ഷണം എന്താണെന്ന്, എന്താണ് ഭാഗവത ധർമ്മം എന്ന് ആദ്യത്തെ ഉത്തരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നു. ഇനി അങ്ങനെ ഭാഗവത ധർമ്മം മനസ്സിലാക്കിയിട്ടുള്ള ഒരാളിനെ എങ്ങനെ കണ്ടാൽ അറിയാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ യോഗീശ്വരനായിട്ടുള്ള ഹരി എന്ന് പറയുന്ന യോഗീശ്വരനാണ് അതിന് ഉത്തരം നൽകുന്നത്. അദ്ദേഹം പറയുന്നത് അങ്ങനെ പുറമേ നോക്കിയിട്ട് ലക്ഷണമൊന്നും വെച്ചിട്ട് ഒരാളെയും മനസ്സിലാക്കാൻ പറ്റില്ല. ബാഹ്യ ലക്ഷണങ്ങളിലൂടെ ഭാഗവതോത്തമന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ, പുറമേ ഒന്നും അകത്ത് മറ്റൊന്നുമായി ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റികളായിട്ടുള്ള എത്ര ആളുകളുണ്ട്. നമ്മൾ കുറേ കഴിയുമ്പോഴാണ് ഇവരുടെ തനി സ്വരൂപം മനസ്സിലാക്കിയിട്ട് ദൈവമേ ഇവനോ എന്ന് പലപ്പോഴും ആശ്ചര്യപ്പെട്ടു പോയിട്ടില്ലേ? അത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബാഹ്യ ലക്ഷണങ്ങളിലൂടെ ഭാഗവതോത്തമന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ മനസ്സിലാക്കാം? വാക്കും വിചാരവും പ്രവൃത്തിയും ഈശ്വര സമർപ്പണമായിട്ടാണ് ഒരാളുടേതെങ്കിൽ അയാൾ ഭാഗവതോത്തമനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാം. അതുപോലെ ഈ സംസാരത്തിലെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് നിൽക്കുന്നവൻ, ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചിട്ടുള്ളവൻ എന്നാണ് കേട്ടോ. അങ്ങനെയുള്ളവരെ ഗീത പറയുന്നത് സ്ഥിതപ്രജ്ഞൻ എന്നാണ്. അപ്പോൾ ആരാണ് ഭാഗവതോത്തമൻ, അദ്ദേഹത്തിൻ്റെ ലക്ഷണം എന്താണെന്ന ചോദ്യത്തിലാണ് അദ്ദേഹം ഈ ഹരി എന്ന് പറയുന്ന യോഗീശ്വരൻ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. മനസ്സും വിചാരവും പ്രവൃത്തിയുമെല്ലാം ഈശ്വര സമർപ്പിതമായി ചെയ്യുന്നവൻ ആരോ. അപ്പോൾ മനസ്സിലാക്കാം, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനാവണം. അവിടെയാണ് ഞാൻ ഇന്ദ്രിയ നിഗ്രഹം സാധ്യമായവനാവണം. ഗീത അതിന് പറയുന്നത് സ്ഥിതപ്രജ്ഞൻ എന്നാണ്. സന്തുലിതമായ മനസ്സോടു കൂടിയവൻ എന്നാണ് അത് സ്ഥിതപ്രജ്ഞൻ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരത്തിലുള്ള ആളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഭാഗവത ധർമ്മം സ്വാംശീകരിച്ചിട്ടുള്ള ആളാണ്, ഭാഗവതോത്തമനാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഭൗതിക കാര്യങ്ങളിൽ, ധനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എൻ്റേത് നിൻ്റേത് എന്ന തരത്തിലുള്ള ഭേദചിന്ത ഇല്ലാതിരിക്കുന്നവൻ ആരോ അവൻ ഭാഗവതോത്തമനാണ്. ഭക്തിയിൽ മുഴുകി ജീവിക്കുന്നവൻ ആരാണോ അവൻ ഭാഗവതോത്തമനാണ് എന്ന് ഈ ഹരി യോഗീശ്വരൻ നിമി ചക്രവർത്തിയുടെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. അപ്പോൾ നിമി ചക്രവർത്തി മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടായിരുന്നു ഭാരതം എന്നുകൂടി അറിയണം കേട്ടോ. ഇന്ന് നമുക്ക് വലിയ വലിയ ആളുകളോട് ചോദ്യം ചോദിക്കാനൊന്നും പറ്റാത്ത സാഹചര്യമുണ്ട്. ചോദിച്ചാൽ വിവരമറിയും. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ആരോടും നമ്മുടെ ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടായിരുന്നു ഭാരതം എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം മൂന്നാമത്തെ ചോദ്യം വരികയാണ്, ചോദ്യങ്ങൾ തീരുന്നില്ല എന്നതാണ്. നിമി ചക്രവർത്തി തൻ്റെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു, മായ എന്നാൽ എന്താണ് എന്നാണ്. എന്താണ് മായ? വളരെ എന്താ പറയുക, വളരെ വിചിത്രമായിട്ടും വളരെ വിശാലമായിട്ടുമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ ഈ ജന്മം കൊണ്ടൊന്നും മായ മനസ്സിലാക്കിയിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുക അത്ര എളുപ്പമല്ല മായ എന്താണ് എന്നുള്ളത്. അപ്പോൾ അന്തരീക്ഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ യോഗിയാണ് അതിനുത്തരം പറയുന്നത്. എന്താണ് മായ എന്നുള്ളത് വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ദിവ്യലീലയാണ് മായ എന്ന്. നമ്മളിങ്ങനെ ഒന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ മനസ്സിലാവും എന്തുമാത്രം ജീവജാലങ്ങളാണ് ജനിച്ച് നിലനിന്ന് വളർന്ന് ജീവിച്ച് ക്ഷയിച്ച് മരിച്ച് വീണ്ടും ജനിച്ച് വീണ്ടും മരിച്ച് ഈ ചക്രം ഇങ്ങനെ തുടരുകയാണ്. ഈ കാലചക്രം ഇങ്ങനെ തുടരുകയാണ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തിരുന്ന് നമ്മൾ ഇതൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചാൽ അതിനൊക്കെ മുമ്പ് തന്നെ യുദ്ധം ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ചത്തുപോകുന്നു പാവം ശിവ ശിവ എന്ന് പറഞ്ഞതുപോലെയാണ്. നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ അത്ര പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? ഇതൊന്നും യഥാർത്ഥത്തിലുള്ളതല്ല, ഇതൊക്കെ അന്ധവിശ്വാസമോ മിത്തോ അബദ്ധജടിലങ്ങളായിട്ടുള്ളതാണ്, അസത്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാകാതിരിക്കുന്നതിനെ അങ്ങനെ ചിത്രീകരിക്കും
ഇരിക്കുന്നതാണ് നമുക്കൊരു സുഖം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇതിനെ കാണുകയാണ് പതിവ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നാണ് ഇന്ന് ആധുനിക ശാസ്ത്രം ഇപ്പോൾ അത് തെളിയിച്ചിട്ടുണ്ട് എന്നാണ്. എന്താ, നമ്മുടെ ഓരോ ആളുകളും ഒരു യുണീക്കായിട്ടുള്ള DNA ഫിംഗർ പ്രിൻ്റാണ് എന്നാണ്. അത് പരമ്പരാഗതമായി പാരമ്പര്യമായി ഇങ്ങനെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കപ്പെടുന്നുണ്ട് എന്നാണ്. അപ്പോൾ മായ എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഈ ചൈതന്യം എന്നുള്ളത് കുട്ടികൊള്ളുന്നുണ്ട്, അതിന് മാറ്റമില്ല എന്നുള്ളത് കൂടി അവിടെ ഈ സന്ദർഭത്തിലൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാം കൂട്ടിച്ചേർത്താൽ നമുക്ക് മായ എന്ന് പറയാം. അതെല്ലാം ഭഗവാന്റെ ലീലകളാണ് എന്നുകൂടി മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല എന്നുകൂടി മനസ്സിലാക്കുക. ഇവിടെ അത്രേ അതിൻ്റെ ഈ സന്ദർഭത്തിൽ അത്രയേ അതിൻ്റെ വിശദീകരണം ഭാഗവതത്തിൽ കൊടുത്തിട്ടുള്ളൂ. മറ്റൊന്ന്, അടുത്ത ചോദ്യം ഉടനെ വരികയാണ്. ഈ 4ാമത്തെ ചോദ്യം നിമി ചക്രവർത്തി ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ മായ എന്ന് പറയുന്നത് ഇത്രയും കുഴപ്പമാണെങ്കിൽ നമ്മളെയൊക്കെ ഇതിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇതിനകത്തുനിന്ന് മോചനമില്ല എന്ന് പറഞ്ഞാൽ ഒരു മാർഗമുണ്ടാവുമല്ലോ. എന്താണ് മായയുടെ തടവിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? മായാബന്ധനത്തിൽ നിന്നുള്ള മോചനം എങ്ങനെയാണ്? അതിനുള്ള രക്ഷാമാർഗം എന്താണ്? അത് പ്രബുദ്ധൻ എന്ന യോഗീശ്വരനാണ് അതിന് മറുപടി പറയുക. പ്രബുദ്ധൻ മറുപടി പറയുന്നു, അറിവ് നേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സംസാരമുക്തിക്ക് ആത്മസാക്ഷാത്കാരം മാത്രമേ ഉള്ളൂ. ജ്ഞാനം സമ്പാദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബ്രഹ്മതത്വം എന്താണ് എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. അത് അറിഞ്ഞാൽ മായയിൽ നിന്നുള്ള മോചനമുണ്ടാവുമെന്നാണ്. അതറിഞ്ഞവരെല്ലാം മായാബന്ധത്തിൽ നിന്ന് മോചനം നേടിയിട്ടുള്ളവരാണ്, മുക്തി നേടിയിട്ടുള്ളവരാണ്, മോക്ഷഗതി പ്രാപിച്ചിട്ടുള്ളവരാണ് എന്നാണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ നാരായണൻ എന്ന് പറയുക എന്നാണ്. പേര് നാരായണനായതുകൊണ്ടായില്ല, ബ്രഹ്മജ്ഞാനം തത്വം മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോഴാണ് നരനിൽ നിന്ന് നാരായണനായി നമുക്ക് വളരാൻ പറ്റുക എന്നാണ്. അപ്പോൾ നിമി അതൊക്കെ നിമിക്ക് ബോധ്യപ്പെട്ടിട്ട് 5ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഈശ്വര സാന്നിധ്യം എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇപ്പോൾ നിമിക്ക് വിടാൻ ഭാവമില്ല. ഏതായാലും ഇവരെ ഒത്തു കിട്ടിയതാണല്ലോ. കുറച്ച് കാര്യങ്ങൾ കാലങ്ങളായി മനസ്സിലിങ്ങനെ സംശയങ്ങളായി സൂക്ഷിച്ചു വച്ചിരുന്നതാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് ഇവർ പോരെങ്കിലും 9 പേരുമുണ്ട്. അവർ ബ്രഹ്മജ്ഞാനികളാണ്. അവരുടെ സംസ്കാരം, സ്വഭാവം, അറിവ് വിളംബരം ചെയ്യലുമാണ്. അപ്പം എന്നാൽ ചോദിച്ചു കളയാം എന്ന് വിചാരിച്ചിട്ട് അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യമാണ് ചോദിക്കുക. ഈശ്വര സാന്നിധ്യം എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമ്മുടെ ധാരാളം ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് അല്ലേ? പലർക്കും പ്രശ്നമുണ്ട്. അവതാരങ്ങളിലൂടെ ഭഗവാൻ അതെല്ലാം കാട്ടിത്തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും ഈ മായയുടെ ഒരു പിടിയിൽ നിന്നുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിലും ഈശ്വരനുണ്ട് എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നുണ്ട്. അത് പഠിച്ചിട്ടാണ് വയലാർ രാമവർമ്മ പറഞ്ഞത്, മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞത്. നമുക്ക് വിശ്വാസമില്ല. നമുക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഭഗവാൻ പ്രഹ്ലാദനെ കൊണ്ട് അത് കാട്ടിത്തന്നത് ഇല്ലേ? പ്രഹ്ലാദനെ കൊണ്ട് തൂണിൽ ആരാണ് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. നരസിംഹ അവതാരം അതാണ് ഇല്ലേ? നരസിംഹ അവതാരം അപ്രകാരമാണ് എന്നാണ്. സ്തംഭം പിളർന്നിട്ട് ഭഗവാൻ വരികയാണ്. എന്താ? ഹിരണ്യകശിപുവിന് സംശയമായത് കൊണ്ടാണ്. ഈ സംശയം ഹിരണ്യകശിപുവിനുണ്ട്, പറഞ്ഞിട്ട് തീരുന്നില്ല. അത്ര പറഞ്ഞിട്ടും തീരുന്നില്ല. നാരായണൻ ആരാണെന്ന് മനസ്സിലാവണില്ല. അദ്ദേഹം ധരിച്ചു വച്ചിട്ടുള്ളത് പ്രപഞ്ചത്തിൽ അദ്ദേഹത്തിനപ്പുറത്ത് മറ്റൊരു നാരായണൻ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം മുഴുവൻ ആളുകളെയും ഭയപ്പെടുത്തി അധികാരം കൊണ്ട് ഓം ഹിരണ്യായ നമ എന്ന് ചൊല്ലിക്കുകയാണ്. അധികാരമുള്ളവന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, അഹങ്കാരികളായി മാറിയാൽ ഇപ്രകാരമാവുമെന്നാണ്. അപ്പോൾ ഹിരണ്യകശിപു എല്ലാവരെ കൊണ്ടും ഭയപ്പെടുത്തി ഹിരണ്യായ നമ എന്ന് ചൊല്ലിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ ഒരു ചെറിയ ശബ്ദം ഓം നാരായണായ നമ. ആരാണ്? തന്നിൽ ജനിച്ചിട്ടുള്ള തൻ്റെ സന്തതിയാണ് ഇത് ചൊല്ലുന്നത്. അപ്പോഴാണ് ദേഷ്യപ്പെട്ട്, എവിടെയാണ് നിൻ്റെ നാരായണൻ? എല്ലായിടത്തും ഉണ്ടല്ലോ, എന്നാൽ ഒന്ന് കാട്ടിത്തരൂ എന്ന് പറയുമ്പോൾ ആ കൊച്ചുകുട്ടിക്ക് ഒരു സംശയവും ഇല്ല. നമുക്കിപ്പോഴും സംശയമാണ്. എന്തിനാ അമ്പലത്തിൽ പോവുക? അവിടെ ഇരിക്കുന്നത് കല്ലല്ലേ? അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടാനാന്ന് ചോദിക്കുമ്പോൾ സനാതനധർമ്മ വിശ്വാസി മേലോട്ടും കീഴോട്ടും നോക്കിയിട്ട് ഉത്തരം പറയാൻ നിവൃത്തിയില്ലാതെ തലകുനിച്ച് നിൽക്കുന്ന വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഒക്കെ ജീവിക്കുന്നത് എന്ന് നമുക്ക് സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പ്രഹ്ലാദന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല, നചികേതസിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല, ധ്രുവന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല, മാർക്കണ്ഡേയന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. നമുക്ക് സംശയം മാത്രമേ ഉള്ളൂ.
സംശയമൊട്ട് തീരാൻ ഒരു മാർഗവും ഇല്ല. അതിനുള്ള എത്രയോ വേദികളുണ്ട്, പക്ഷേ ചോദിക്കാനും നമുക്ക് ധൈര്യമില്ല എന്നാണ്. നമ്മൾ ഈ സംശയവുമായി ജനിച്ച് ജീവിച്ച് മരിച്ചു മാറുക എന്നുള്ള ഒരു അവസ്ഥയിലാണ് എന്ന്. അവിടെയാണ് ഭഗവാൻ ഈശ്വര സാന്നിധ്യം എങ്ങനെയെന്ന് നിമിയെ കൊണ്ട് ചോദിപ്പിച്ച് പിപ്പലായനൻ എന്ന യോഗീശ്വരൻ അതിന് മറുപടി പറയുകയാണ്. വളരെ അർത്ഥവത്തായി മനസ്സിലാക്കേണ്ട ഒന്നാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് കൂടി എനിക്ക് തോന്നുകയാണ്. കാരണം ഈശ്വര വിശ്വാസം എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എന്നതുകൊണ്ടാണ്. പിപ്പലായനൻ ചോദിക്കുന്നത്, ഈ നിമിയോട് ചോദിക്കുകയാണ്, ഈ സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം കൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും കാണുന്നത്, ഇല്ലേ? നമ്മുടെ ചുറ്റുമുള്ള മുഴുവൻ വസ്തുക്കളെയും നാം കാണുന്നത് സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ്. രാത്രിയിലാണെങ്കിൽ ചന്ദ്രൻ്റെ ശോഭയിൽ നിന്നാണ് നാം വസ്തുക്കളെയൊക്കെ കാണുക, ഇല്ലേ? ഇവർ രണ്ടുമില്ല എങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ സൂര്യചന്ദ്രന്മാരുടെ പ്രകാശമാണ് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും നമ്മുടെ കണ്ണിൽ കാട്ടിത്തരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആദിത്യചന്ദ്രന്മാർക്ക് പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്ന്, അല്ലെങ്കിൽ അവരെ നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെ എന്ന് നിമിയോട് ഈ പിപ്പലായനൻ ഒരു മറുചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയുകയാണ്. അവയെ കാണാൻ പറ്റുന്നത് ഈശ്വര ചൈതന്യം കൊണ്ടാണ്. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും നാം അറിയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്, ഇല്ലേ? നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നാം എല്ലാം അറിയുന്നത്. കണ്ണിലൂടെയും മൂക്കിലൂടെയും ത്വക്കിലൂടെയും നാക്കിലൂടെയും ചെവിയിലൂടെയും ഒക്കെയാണ് നാം ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും അറിയുന്നത്. ഈ ഇന്ദ്രിയങ്ങൾക്ക് എവിടെ നിന്നാണ് ആ അറിവ് കിട്ടുക? ഇന്ദ്രിയങ്ങൾക്ക് അറിവ് കിട്ടുന്നത് മനസ്സിൽ നിന്നാണ്. മനസ്സിൽ നിന്നാണ് ഇന്ദ്രിയങ്ങളിലേക്ക് അറിവ് പോകുന്നത്. അങ്ങനെയെങ്കിൽ മനസ്സിന് എവിടെ നിന്നാണ് അറിവ് കിട്ടുക? മനസ്സിന് അറിവ് കിട്ടുന്നത് നമ്മുടെ എല്ലാം ബുദ്ധിയിൽ നിന്നാണ്. അതാണ് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത് മനോബുദ്ധി ലയം എന്ന് പറഞ്ഞു. അത് സാധ്യമാവുക എന്ന് പറഞ്ഞാൽ സർവജ്ഞനായി എന്നാണ്, ജ്ഞാനം നേടാൻ അവസരമായി എന്നുള്ളതാണ്, മനസ്സും ബുദ്ധിയും കൂടി ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധിയിൽ നിന്നാണ് മനസ്സിലേക്ക് അറിവ് പകർന്നു കൊടുക്കുക. അങ്ങനെയെങ്കിൽ ബുദ്ധിയിലേക്ക് എവിടെ നിന്നാണ് ഈ അറിവ് പ്രവഹിക്കുക? അത് ഈശ്വരനിൽ നിന്നാണ് എന്ന് പിപ്പലായനൻ വളരെ കൃത്യമായി പറയുകയാണ്. എല്ലാ അറിവുകളുടെയും തുടക്കം ഭഗവാനാണ് എന്ന് പറയുകയാണ്. അത് മറ്റൊരു തരത്തിൽ നമ്മുടെ സംസ്കാരം, നമ്മുടെ ധർമ്മം എത്രയോ സാഹചര്യങ്ങളിൽ നമുക്ക് വിശദീകരിച്ച് തന്നിരിക്കുന്നു. തത്വമസി, തൽത്വമസി, അതു നീ തന്നെ. ഏതു നീ തന്നെ? എല്ലാം നീ തന്നെ. മറ്റൊരിടത്ത് പറയുന്നു അഹം ബ്രഹ്മാസ്മി, ഉള്ളിലാണ് ബ്രഹ്മം. പക്ഷേ അതറിയണമെങ്കിൽ അകത്തേക്ക് നോക്കണം. നമ്മുടെ കുഴപ്പം എന്താ? നമുക്കിരിക്കാനും നേരെയില്ല, അകത്തേക്ക് നോക്കാനും നിവൃത്തിയില്ല. അയലോക്കത്തെ തീർന്നിട്ട് വേണ്ടേ നമുക്ക് നമ്മളിലേക്ക് നോക്കാൻ. ഇപ്പം നമ്മളിലേക്ക് നോക്കാനുള്ള അവസരങ്ങളാണ് സത്രവേദികൾ എന്ന് വിനയത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഉള്ളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. മക്കളെയൊക്കെ വളർത്തി, മക്കൾക്ക് ജോലി, കല്യാണം, അത് കഴിഞ്ഞപ്പോൾ അവരുടെ കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം, അവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല. മക്കൾ പിന്നെയും പേടിച്ചിട്ടൊക്കെ ഒരു പരിധി വരെയൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ, തർക്കുത്തരവൊന്നും പറയുന്നില്ല. പക്ഷേ മക്കളുടെ മക്കൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ, അവരങ്ങനെയൊന്നുമില്ല. എൻ്റെ സത്രത്തിനൊന്ന് പൊക്കളഞ്ഞാലോ വേറെ പണിയൊന്നുമില്ലേ? എഴുന്നേക്കാൻ തന്നെ ഇവർ കാണുന്നില്ല. കാരണം അവർക്ക് നേരം ഉദിക്കുന്നത് ഉച്ചയ്ക്ക് 12-ന് ശേഷമാണ്. അപ്പോൾ മുത്തശ്ശി ഊണ് കഴിഞ്ഞ് ഉറക്കത്തിലാവും. മുത്തശ്ശി ഉണർന്നു വരുമ്പോൾ അവർ വീണ്ടും അവരുടെ പ്രവർത്തനത്തിലേക്കാവും. അപ്പോൾ ഈ സംസാര ദുഃഖത്തിലിങ്ങനെ മുഴുകി നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് നടക്കുന്നത് എന്നൊന്നും അറിയാൻ പറ്റണില്ല എന്നാണ്. അവിടെയാണ് ഈ ഈശ്വര സാന്നിധ്യം എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ള ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞാൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ആശങ്കകൾക്ക് ഒരടിസ്ഥാനവും ഇല്ലയെന്ന് നാം അറിയണം. അത് എപ്പോഴറിയണം? പെൻഷനൊക്കെ പറ്റി വേറെ പണിയൊന്നുമില്ല, എന്നാൽ പിന്നെ ശാസ്താംകൽ അമ്പലത്തിൻ്റെ കമ്മിറ്റിയിലൊന്ന് ചേർന്ന് കളയാം, വേറെ പണിയൊന്നുമില്ലല്ലോ. ശാസ്താംക അമ്പലത്തിൽ ഇങ്ങനെ വന്നു, വർഷത്തിൽ ഉത്സവമുണ്ട്, അതിനിടയ്ക്ക് ഒരു സത്രം അങ്ങോട്ട് നടത്തിക്കളയാം, കുറച്ച് പിരിവൊക്കെ ആയി, സന്തോഷമായി. രാവിലെ മുതൽ ഭക്ഷണം കൃത്യമായി ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊന്നും അടുപ്പ് അനക്കേണ്ടതില്ല. എപ്പോൾ അമ്പലത്തിൽ വരണം? ഭക്ഷണം വിളമ്പുന്ന സമയത്ത് വരണം, കഴിച്ചിട്ട് പോവണം, അടുത്ത ഭക്ഷണത്തിന് വരണം. അതിനിടയ്ക്ക് ചില പ്രഭാഷണങ്ങളുണ്ട്, അത് കേൾക്കേണ്ടവർ കേട്ടോട്ടെ, നമുക്ക് നേരെയില്ല, കാരണം വേറെ പണിയുണ്ട് എന്നാണ്. അങ്ങനെയാണ് സത്രവേദികളിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. ഈ ഭക്ഷണ സമയത്തൊക്കെ അവർ കമ്മിറ്റിക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, 1600 പേര് ഭക്ഷണം കഴിച്ചു, പ്രഭാഷണം കേൾക്കാൻ 45 പേര്.
കമ്മിറ്റിക്കാരെ സമ്മതിക്കണം. ഇങ്ങനെ അനുമാനം എടുത്തുകൊണ്ട് അരി ഇടുക എന്ന് പറഞ്ഞാൽ അക്ഷയപാത്രം പോലെ വരുന്നവർക്ക് മുഴുവൻ കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അപ്പോൾ അവനവൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ എന്ന് തിരിച്ചറിയാൻ നമുക്ക് എപ്പോൾ പറ്റുന്നോ നാം ഈശ്വരനായി മാറുമെന്നാണ്. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മുടെ കണ്ണൊന്ന് അകത്തേക്ക് വച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. കൊച്ചുകുട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല, നമ്മുടെ വിഷയമല്ല, നമ്മൾ തീർത്താൽ തീരുന്നതല്ല അത് എന്ന് തിരിച്ചറിയണ്ടേ. നമ്മുടെ ഉദ്ദേശം വേറെയാണ്, നമ്മുടെ അവസ്ഥ മറ്റൊന്നാണ്, നമ്മുടെ സംസ്കാരം മറ്റൊന്നാണ്. അതാണ് നമ്മൾ നാരായണനിലേക്ക് ചേരേണ്ടത്. ജനിക്കുമ്പം മുതൽ ഉള്ളിലെ ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റിയാൽ നാരായണനാവും. ഇത് പെൻഷൻ പറ്റി 10 വർഷം കഴിയുമ്പോഴാണ്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പരസഹായം ആവശ്യമാവുമ്പോൾ അതുവരെ വിളിക്കാത്തതൊക്കെ വിളിച്ചു തുടങ്ങും. ശാസ്താവേ, അമ്പലത്തിൽ കയറാത്ത ആളുകളൊക്കെ എത്ര വലിയ വലിയ ആളുകളെ നമ്മൾ കാണുന്നു. ഈ അനുഷ്ഠാന സമ്പ്രദായങ്ങളെയും ഒക്കെ പുച്ഛിച്ച് തള്ളി ഈ തിളയ്ക്കുന്ന യുവത്വത്തിൽ ഇതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിച്ചിട്ട് അവസാനം തന്നെ നടക്കാൻ പറ്റാതാവുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ വന്ന് സമസ്താപരാധം പറയുന്ന എത്ര ആളുകളെ നാം കാണുന്നു. അതുണ്ടാവരുത് എന്ന് പിപ്പലായനൻ കൃത്യമായി പറയുകയാണ്. ജനിക്കുമ്പം മുതൽ ഉള്ളിലുള്ള ബ്രഹ്മത്തെ തിരിച്ചറിയാൻ പറ്റിയാൽ അതാണ് സാന്നിധ്യം. അങ്ങനെ തിരിച്ചറിയണം എന്നാണ്. എല്ലാ അറിവുകളും ഈശ്വരനിൽ നിന്ന് പ്രവഹിക്കുന്നു എന്നുള്ളത് അറിയുക എന്നതാണ്. അപ്പോൾ നിമി ചക്രവർത്തി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 6ാമത്തെ ചോദ്യമാണ്, കർമ്മയോഗത്തെ ഒന്ന് ഉപദേശിക്കാവോ? കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയായിപ്പോയി. ഈ കർമ്മയോഗം എന്നൊക്കെ പറയുന്നത് വിവേകാനന്ദ സ്വാമികളൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ആ കൂടെ ഒരു ഉപചോദ്യവും കൂടെ ചോദിക്കുന്നുണ്ട് നിമി ചക്രവർത്തി. ഞാനിത് പണ്ട് സനകാദികൾ ഇവിടെ കൊട്ടാരത്തിൽ വന്നപ്പോൾ അവരോട് ചോദിച്ചു, അവരുത്തരം പറഞ്ഞില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്നുകൂടെ ചോദിക്കുകയാണ് നിമിച്ചക. എല്ലാം നമ്മളങ്ങനെ ഒരാളിനെ കിട്ടിക്കഴിയുമ്പോൾ എന്നാൽ പിന്നെ ചോദിച്ച് തീർത്ത് കളയാം എന്നാണ്. നവയോഗികൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ചോദ്യങ്ങൾ എന്തു വന്നാലും അവർ ഉത്തരം പറയാൻ വളരെ പ്രസന്നവദരായി നിൽക്കുകയാണ്. കാരണം അവരുടെ സംസ്കാരം അതാണ്, അവരുടെ ധർമ്മം അതാണ് എന്നതുകൊണ്ട് അവരിങ്ങനെ ചോദ്യങ്ങളെ നേരിടുന്നതിന്, സ്വീകരിക്കുന്നതിന് നിൽക്കുകയാണ്. ഇപ്പോൾ ഉപചോദ്യവും ചോദിച്ചു, എന്താണ് കർമ്മയോഗം? ഞാനിത് പണ്ട് ഈ സനകാദികളോട് ചോദിച്ചിട്ട് അവർ പറഞ്ഞില്ല, അതെന്തായിരിക്കും? അപ്പോൾ ആ ഉപചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് നവയോഗികളിൽ ആവിർഹോത്രൻ എന്ന് പറയുന്ന യോഗീശ്വരൻ മറുപടി പറയുകയാണ്. ഈ വേദമാണ് കർമ്മയോഗത്തെ കൃത്യമായി വിധിച്ചിട്ടുള്ളത്. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ്. ലോകത്തെ ഏറ്റവും ആദ്യത്തെ അറിവിൻ്റെ അക്ഷയഖനി എന്ന് പറയുന്നത് നമ്മുടെ വേദങ്ങളാണ് കേട്ടോ. 4 വേദങ്ങൾ. ആ വേദങ്ങളാണ് അറിവിൻ്റെ സ്വരൂപം എന്നുള്ളത്. അപ്പോൾ അത് ആ വേദങ്ങൾ എന്ന് പറയുന്നത് ആണ് കർമ്മയോഗത്തെ കൃത്യമായി വിവരിച്ച് തന്നിട്ടുള്ളത്. ആ വേദങ്ങൾ എന്ന് പറയുന്നത് ഈശ്വര രൂപങ്ങൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അറിവാണ് ഈശ്വരൻ എന്നാണ്. വേദം എന്നാൽ ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ഈശ്വര സാന്നിധ്യം അറിയാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടോ, ഈശ്വരനെ മനസ്സിലാക്കാൻ, ഭഗവാനെ മനസ്സിലാക്കാൻ എത്ര പാടുണ്ടോ അത്രയും പാടുണ്ട് വേദങ്ങൾക്കുള്ളിലുള്ള ഗഹനങ്ങളായ ആശയങ്ങളെ മനസ്സിലാക്കാൻ. അത് എളുപ്പമല്ല എന്ന് മാത്രമല്ല, ഈ വേദങ്ങൾ ആ പറയുന്ന വാക്കിൻ്റെ അർത്ഥത്തെ വച്ചിട്ടല്ല മനസ്സിലാക്കേണ്ടത് എന്ന് അങ്ങനെ പറയുന്നുണ്ട്. അത് വാച്യാർത്ഥമല്ല, ശബ്ദാർത്ഥമല്ല വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് ലക്ഷ്യാർത്ഥങ്ങളാണ്. വേദങ്ങൾ പറയുന്നത് വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് ലക്ഷ്യാർത്ഥങ്ങളെയാണ് വേദം മനസ്സിലാക്കാനായിട്ട് നാം ശ്രമിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതല്ല എങ്കിൽ വേദത്തിൻ്റെ അർത്ഥം പിടിക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ്. അത് മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോഴുള്ള കുഴപ്പം എന്താണ്? അത് ഫലമുണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, അനർത്ഥങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ സാധാരണഗതിയിൽ അറിവുള്ള മഹാത്മാക്കൾ ഈ പ്രാകൃതന്മാർക്ക് വൈദിക കർമ്മങ്ങളെ ഉപദേശിക്കാറില്ല. ആ സനകാദികൾ എന്തുകൊണ്ടാണ് നിനക്കിത് പറഞ്ഞു തരാത്തത് എന്നുള്ളതിന് ഉത്തരം പറയുകയാണ് ഈ ആവിർഹോത്രൻ എന്ന യോഗീശ്വരൻ. അതുകൊണ്ട് ആ മഹാത്മാക്കൾക്കറിയാം ഇത് ആരോട് പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് പ്രാകൃതന്മാരായി നടക്കുന്നവന്മാരോട്, പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ കുളിയും പല്ലുതേ ഇല്ലാതെ നടക്കുന്നവനെന്നല്ല കേട്ടോ, അജ്ഞാനത്തിൽ നിൽക്കുന്നവൻ, സംസാര വിഷയത്തിൽ നിൽക്കുന്നവൻ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രാകൃതന്മാരോട് അവരിത് പറയാറില്ല, വേദത്തെക്കുറിച്ച് പറയാറില്ല. അതുകൊണ്ടാവും ചിലപ്പോൾ അവർ പറയാത്തത്.
പിന്നെ ഇപ്പോൾ നീ എന്നോടിത് ചോദിച്ചപ്പോൾ ഇപ്പോഴും അതിനുള്ള ഒരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ നീ അത്രയും വളർന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, അതിൻ്റെ ഒരു സന്ദർഭമായിട്ടും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നീ ചോദിച്ചു എന്നുള്ളത് കൊണ്ട് കർമ്മയോഗത്തിൻ്റെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള ഒരു അവാന്തര വിഭാഗമായിട്ടുള്ള ക്രിയായോഗത്തെ ഞാൻ വേണമെങ്കിൽ നിനക്കൊന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് നാമജപങ്ങളെക്കുറിച്ച്, ഭഗവത്പാദ പൂജയെക്കുറിച്ച്, ജപകീർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഭക്തി എങ്ങനെ ഉണ്ടാവും എന്നതിനെക്കുറിച്ചും ആ ഭക്തിയിലൂടെ ശുദ്ധി കൈവരുമെന്നും അങ്ങനെ ശുദ്ധി കൈവന്നാൽ വേദാർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നും കർമ്മയോഗത്തെ നിനക്ക് ആചരിക്കാൻ പറ്റും, അതുവഴി നിനക്ക് നാരായണനായി മാറാം, ആത്മസാക്ഷാത്കാരത്തിൽ എത്താമെന്നും ആവിർഹോത്രൻ വിശദീകരിക്കുകയാണ്. അപ്പോൾ 7ാമത്തെ ചോദ്യം തീർന്നിട്ടില്ല കേട്ടോ. നമ്മളാണെങ്കിൽ 1, 2, 3 ചോദ്യമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആകെപ്പാടെ അസ്വസ്ഥതയാവും, തീർന്നില്ലേ എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. 7ാമത്തെ ചോദ്യം നിമി ചക്രവർത്തി ഈ യോഗീശ്വരനോട് ചോദിക്കുകയാണ്, ഈ ഭഗവാന്റെ അവതാരങ്ങളൊന്ന് വർണ്ണിക്കാമോ? അവതാരങ്ങൾ നമ്മൾ 10 കേട്ടിട്ടുള്ളത് അല്ലേ, നമുക്കറിയാവുന്നത് അത്രയാണ്. മത്സ്യ കൂർമ്മ വരാഹ നരസിംഹശ്ച വാമന അല്ലേ, രാമോ രാമശ്ച നമ്മൾ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് കൽക്കി വരെ. ഇവിടെ നിമി ചക്രവർത്തി ഈ നവയോഗികളോട് അവതാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കണം, അവതാര മാഹാത്മ്യം ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങൊന്ന് പറയണം എന്ന് പറയുകയാണ്. അപ്പോൾ നവയോഗികളിൽ 7ാമത്തെ ആളായിട്ടുള്ള ദ്രുമിളൻ എന്ന് പറയുന്ന ആൾ അതിന് ഉത്തരം പറയുകയാണ്, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ഭൂമിയിലെ മൺതരികളെ എണ്ണി തീർക്കാൻ പറ്റുമോ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി തീർക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ അത് സാധിച്ചു എന്ന് വിചാരിക്കുക, തപസ്സായിട്ട് തീരുമാനിച്ച് മൺതരികളെ എണ്ണാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ കണക്കാക്കാൻ പറ്റുമായിരിക്കും, നക്ഷത്രങ്ങളെ എണ്ണി തീർക്കാൻ പറ്റുമായിരിക്കും. എന്നാൽ ഇതൊക്കെ സാധ്യമായാലും ഭഗവാന്റെ അവതാരങ്ങളെ ഒന്നും കണക്കാക്കിയെടുക്കാൻ പറ്റില്ല. എന്നാലും പ്രസിദ്ധങ്ങളായിട്ടുള്ള ഈ ദശാവതാരങ്ങളെ അദ്ദേഹം വർണ്ണിക്കുകയാണ് നിമി ചക്രവർത്തിയോട് ചെയ്യുന്നത്. ചെയ്യുന്നയാളിൻ്റെ പേര് ദ്രുമിളൻ എന്ന് പറയുന്ന യോഗീശ്വരനാണ്. അവതാര മാഹാത്മ്യം നിമി ചക്രവർത്തിക്ക് പറഞ്ഞു കൊടുക്കുക. അടുത്ത ചോദ്യം ഉടനെ വന്നു. ഒന്ന് തീർന്നാൽ എങ്ങനെ നോക്കി നിൽക്കുകയാണ് നിമി ചക്രവർത്തി. 8ാമത്തെ ചോദ്യം, അവിശ്വാസികളുടെ ഗതി എന്ത്? അത് നമ്മൾ പഠിക്കണം. ഞാൻ ഈ ചിലതൊക്കെ വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇന്നത്തെ കാലവുമായി ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാവുന്നു എന്നതുകൊണ്ടാണ്. ഈശ്വര സാക്ഷാത്കാരത്തിന് യാതൊരു തരത്തിലും താല്പര്യമില്ലാതെ നിൽക്കുന്ന അവിശ്വാസികളുണ്ടല്ലോ, അവരുടെ ഗതി എന്താവും എന്ന് നിമി ചക്രവർത്തി ചോദിക്കുമ്പോൾ അതിന് നവയോഗികളിൽ ചമസൻ എന്ന് പറയുന്ന ആൾ ഉത്തരം നൽകുകയാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഈ സംസാരധർമ്മം മാത്രമേ ഉള്ളൂ, അവർക്ക് മറ്റേ യാതൊന്നുമില്ല. കാരണം അവരുടെ ഒരു പ്രവർത്തനത്തിലും മനസ്സിലോ വാക്കിലോ ചിന്തയിലോ പ്രവൃത്തികളിലോ ഒന്നും ഈശ്വരത്വമില്ല എന്നതുകൊണ്ട് തന്നെ അവർ സംസാരധർമ്മികൾ മാത്രമാണ് എന്ന്. അവരെയാണ് നേരത്തെ പ്രാകൃതന്മാർ എന്ന് വിളിച്ചിട്ടുള്ളത്. അവർ രാഗദ്വേഷങ്ങളിൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകിയിട്ട് ജീവിക്കും. എന്തിനു ജീവിച്ചു എന്നും അവർക്കറിയില്ല. അവരുടെ ആയുസ് വെറുതെ തീർക്കുന്ന മൂഢന്മാരാണ് അവർക്ക് ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഉണ്ടാവൂ, ഫലം അവർക്ക് ആത്മസാക്ഷാത്കാരം എന്നുള്ളത് ഉണ്ടാവില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അകപ്പൊരുളിനെ നമുക്ക് ബോധ്യപ്പെടാൻ പറ്റാതെ ജീവിതം തീർക്കുന്ന സാഹചര്യം എന്നാണ്. ആനന്ദം എന്തെന്നറിയാതെ ജീവിതം തീർക്കുന്നവരായി മാറും അവിശ്വാസികളെന്നാണ്. ആനന്ദം എന്നുള്ളത് വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ആശയമാണ്. ആനന്ദം എന്താണ്? വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടുക, അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമുള്ളതൊക്കെ കിട്ടുക, അതാണ് ആനന്ദം. ഭൗതിക വിഷയങ്ങളിലുള്ള ആനന്ദം എന്നുള്ളതിനപ്പുറത്ത് നിലനിൽക്കുന്ന ആനന്ദം, സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഭഗവാനിൽ ലയിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. നമ്മുടെ പ്രപിതാക്കളൊക്കെ, നമ്മുടെ പൂർവികരൊക്കെ, നമ്മുടെ മുനിപുങ്കവന്മാരൊക്കെ ആ ആനന്ദം അനുഭവിച്ചറിഞ്ഞവരാണ്, അത് നമുക്ക് പകർന്നു തന്നവരാണ് എന്നാണ്. അപ്പോൾ ഇവിടെ ചമസൻ അത് അത്തരത്തിൽ വർണ്ണിക്കുകയാണ്. അവിശ്വാസികൾക്ക് ഇതേ ഗതിയുള്ളൂ എന്നാണ്. ദുഃഖം മാത്രം അനുഭവിച്ചിട്ട് അവർ പോകും, ആത്മസാക്ഷാത്കാരം അവർക്ക് ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ അവസാനത്തെ ചോദ്യം ചോദിക്കുകയാണ്. 9 പേരാണല്ലോ, അതുകൊണ്ട് 9ാമത്തെ ചോദ്യം നിമി ചക്രവർത്തി ചോദിക്കുകയാണ്, ഈ കാലം മാറുന്നതിനനുസരിച്ച് ഈശ്വരോപാസനയ്ക്കോ ആധ്യാത്മിക ധർമ്മത്തിനോ വല്ല വ്യത്യാസവും ഉണ്ടാവുന്നുണ്ടോ? കാലം മാറുന്നതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും എല്ലാത്തിലും ഇല്ലേ? നമ്മുടെ വേഷങ്ങളിൽ വ്യത്യാസം ഉണ്ടായില്ലേ? നമ്മുടെ സംസാരത്തിൽ വ്യത്യാസം ഉണ്ടായില്ലേ? വാക്കുകളുടെ അർത്ഥം മാറിയില്ലേ? അടിച്ചു പൊളിക്കുക,
ഞാൻ അധ്യാപകനായിരുന്നു, ഞങ്ങൾ രണ്ടും അധ്യാപകരാണ്. കുട്ടികളെയും കൊണ്ടൊക്കെ ടൂറ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു ടൂറ്? അടിച്ചു പൊളിച്ചു എന്നാണ് പറഞ്ഞത്. ദൈവമേ, ഒരു 30 കൊല്ലം മുമ്പ് അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? തകർത്ത് തരിപ്പണമാക്കുക, അടിച്ച് പൊളിക്കുക എന്ന് പറഞ്ഞു. ഇന്ന് അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം എന്നുള്ള, ഇങ്ങനെ എത്രയോ വാക്കുകളുണ്ട് കേട്ടോ, ധാരാളം വാക്കുകൾ ഇത്തരത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള വാക്കുകളുണ്ട്. അപ്പോൾ വാക്കുകൾക്ക് കാലാതീതമായി വ്യത്യാസം ഉണ്ടാവുന്നത് പോലെ ഈ ഭാഗവത ധർമ്മത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ എന്ന് നിമി ചക്രവർത്തി നവയോഗീശ്വരന്മാരോട് ചോദിക്കുമ്പോൾ 9ാമത്തെ ആൾ കരഭാജനൻ എന്ന് പറയുന്ന യോഗീശ്വരൻ അതിന് ഉത്തരം നൽകുന്നുണ്ട്. വളരെ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ എല്ലാം മനസ്സിലാക്കേണ്ടതാണ് എങ്കിൽ പോലും ഇത് വളരെ സുന്ദരമാണ്, നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഒന്ന് ചേർക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് എല്ലാവരും മനസ്സിലാക്കണം എന്നെൻ്റെ ഒരു അപേക്ഷയുണ്ട്. 4 കാലങ്ങളെക്കുറിച്ച് ഈ കരഭാജനൻ പറയുകയാണ്, 4 യുഗങ്ങളെക്കുറിച്ച് പറയുകയാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതാണ് 4 കാലങ്ങൾ. ഈ 4 കാലങ്ങളുടെയും ഓരോ യുഗത്തിൻ്റെയും മുഖ്യ സംസ്കാരം എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കൃതയുഗം, സത്യയുഗം എന്നും അതിന് പേരുണ്ട്. ആ യുഗത്തിൽ പ്രധാനമായിട്ടുള്ള സംസ്കാരം ജ്ഞാനമാണ്. അത് ത്രേതായുഗത്തിലേക്ക് വരുമ്പോൾ തപസ്സായി മാറുന്നു. അത് ദ്വാപരത്തിലേക്ക് വരുമ്പോൾ യജ്ഞമായി മാറുന്നു. അത് കലിയുഗത്തിലേക്ക് വരുമ്പോൾ നാമസങ്കീർത്തനമായി മാറുന്നു. അപ്പോൾ ഓരോ യുഗത്തിലും അതിന് പ്രധാനപ്പെട്ട ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ കരഭാജനൻ വർണ്ണിക്കുകയാണ്. എന്നിട്ടത് വിശദീകരിക്കുകയാണ്. കൃതയുഗം എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. കൃതയുഗത്തിൽ ജനങ്ങൾ ജന്മന അറിവുള്ളവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ മുഖ്യ സംസ്കാരം, കൃതയുഗത്തിലെ സംസ്കാരം ജ്ഞാനമാണ്, അറിവാണ് എന്നതുകൊണ്ട് തന്നെ കൃതയുഗത്തിലെ ആളുകൾ മുഴുവൻ ജ്ഞാനികളാണ്, ബ്രഹ്മനിഷ്ഠരാണ് എന്നാണ്. അതുകൊണ്ട് അവർക്ക് ജ്ഞാനം സമ്പാദിക്കേണ്ടതില്ല, ഉള്ളിൽ തന്നെയുണ്ട്. ജന്മന ജ്ഞാനികളായിട്ടുള്ള ആളുകളാണ് അവർ. അവർക്ക് ശരീരധർമ്മത്തെക്കുറിച്ചോ ശാരീരിക അധ്വാനത്തെക്കുറിച്ചോ ഒന്നും വലിയ ആശങ്കയോ ഒന്നുമില്ല, അതിൽ താല്പര്യവും ഇല്ല എന്നാണ്. അത്തരത്തിലാണ് അവർ എന്നതാണ്. അധ്വാനിക്കാതെ തന്നെ അവർക്ക് ആഹാര പദാർത്ഥങ്ങളെല്ലാം കിട്ടും. കൃഷി ചെയ്യാതെ തന്നെ അവർക്ക് മുളച്ചു വളർന്ന് ധാന്യങ്ങൾ യഥേഷ്ടം സുഭിക്ഷമായി കിട്ടുമെന്ന നല്ല കാര്യമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നാം ആലോചിക്കുന്നുണ്ട്, ഇല്ലേ? കൃഷി ചെയ്യേണ്ടതില്ല, ധാന്യങ്ങൾ ഇങ്ങനെ തന്നെ മുളച്ച് വളർന്ന് സുഭിക്ഷമായി എല്ലാവർക്കും ഭക്ഷണം കിട്ടുകയാണ്. ഭക്ഷണത്തിനൊന്നും അവർക്ക് വലിയ താല്പര്യവും ഇല്ല കേട്ടോ, അങ്ങനെയും കൂടിയുണ്ട്. അപ്പോൾ വിളഞ്ഞു നിൽക്കുന്ന ഈ ധാന്യങ്ങൾ ആർക്കു വേണേലും എടുക്കാം, പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യനുമൊക്കെ ആർക്കു വേണമെങ്കിലും അത് എടുക്കാമെന്നാണ്. അവരും തൃപ്തികളാണ്, എല്ലാ ജീവജാലങ്ങളും തൃപ്തരാണ് എന്നുള്ളതാണ് ഈ കൃതയുഗത്തിൻ്റെ പ്രത്യേകത. ആർക്കും അവരുടെ സാധനം എന്ന് പറഞ്ഞൊരു അവകാശവാദം ഇല്ല. ഇതെൻ്റേത്, നമ്മൾ അങ്ങനെയാണല്ലോ, എനിക്കുള്ളത് ഇതെൻ്റേതാണ്, നിൻ്റേത് എൻ്റേത്, അങ്ങനെയില്ല. ഭേദബുദ്ധിയില്ല എന്നാണ്. ആർക്കും എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ളത് എന്നൊരവസ്ഥയിലാണ് അവിടെ എന്നതാണ്. അപ്പോൾ എൻ്റേതെന്ന അവകാശവാദങ്ങളില്ല. ഈ ഭക്ഷണമൊക്കെ ധാന്യങ്ങൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും ആവശ്യത്തിനുള്ളത് എടുക്കാം. ആവശ്യത്തിനുള്ളത് മാത്രമേ അവരെടുക്കൂ. ശരിയായി മനസ്സിലാക്കണം കേട്ടോ. കൃഷി ചെയ്യുന്നില്ല, ധാന്യങ്ങൾ താനേ മുളച്ച് സുഭിക്ഷമായി വളർന്നു നിൽക്കുന്നു, ആവശ്യമുള്ളത് മാത്രം ആ സമയത്ത് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആളുകൾ ജ്ഞാനികളാണ്, ബ്രഹ്മനിഷ്ഠരാണ്. ശരീരധർമ്മത്തെക്കുറിച്ച് ഒരു ആശങ്കയില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ശരീര അഭിമാനമില്ല എന്നാണ്. അഭിമാനമില്ല എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനമില്ല എന്നല്ല, ശരീരത്തെക്കുറിച്ചുള്ള ബോധം അവർക്കില്ല. നമുക്കത് മാത്രമേ ഉള്ളൂ, അതില്ല എന്നാണ്. അങ്ങനെയാണ് കൃതയുഗത്തിൽ എന്നാണ്. എന്നാൽ അത് ത്രേതായുഗത്തിലേക്ക് വരുമ്പോൾ എന്താണ് എന്ന് കരഭാജനൻ പറയുന്നുണ്ട്. ഈ പൊതുവെയുള്ള സംസ്കാരം ഞാൻ പറഞ്ഞു തപസ്സാണ് സംസ്കാരം. അതുകൊണ്ട് തന്നെ അറിവ് നേടുന്നതിന് വേണ്ടി തപസ് ചെയ്യേണ്ടി വരുന്നു. ഈ കൃതയുഗത്തിൽ, സത്യയുഗത്തിൽ ജന്മനാ തന്നെ ജ്ഞാനമുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് അറിവ് സമ്പാദിക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യേണ്ടതില്ല. അറിവ് സമ്പാദിക്കപ്പെടേണ്ടതാണ് എന്ന് ത്രേതായുഗമായപ്പോൾ വരികയാണ്. അറിവ് നേടിയെടുക്കേണ്ടതാണ്. മറ്റത് ജന്മനായാണ് അറിവ് ലഭിക്കുക. ഇവിടെ അത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കണം. എങ്ങനെ നേടിയെടുക്കണം? തപസ്സിലൂടെ നേടിയെടുക്കണം. ജ്ഞാനം സമ്പാദിക്കപ്പെടേണ്ട ഒരു വസ്തുവായി ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ മാറി.
തപസ്സുകൊണ്ട് ജ്ഞാനം സമ്പാദിക്കുകയും ചെയ്തു. ആളുകളൊക്കെ അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും ശരീരാഭിമാനമൊന്നുമില്ല. ഈ ആഹാരം ഒക്കെ സംഘടിപ്പിക്കുന്നതിന് ചെറിയ ചെറിയ അധ്വാനമൊക്കെ മാത്രം, വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ചെറിയൊരു വ്യത്യാസമുണ്ട്. ധാന്യങ്ങളൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുമ്പോൾ അത് പോയിട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? മുഴുവൻ ഇങ്ങെടുക്കും. ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെയാണ്. മുഴുവൻ എടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വച്ചാൽ, തൽക്കാലം ആവശ്യമുള്ള എടുത്തിട്ട് സൂക്ഷിച്ചു വെച്ചാൽ എപ്പോഴും പോയി എടുക്കണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ വിളഞ്ഞു നിൽക്കുന്ന ധാന്യങ്ങൾ കൃതയുഗത്തിൽ അപ്പം ആവശ്യമുള്ളത് എടുക്കുള്ളായിരുന്നു. ഇവിടെ അങ്ങനല്ല, ഉള്ളത് മുഴുവൻ ഇങ്ങെടുക്കും. ഉള്ളത് മുഴുവൻ എടുത്തിട്ട് നാളേക്ക് കരുതി വെക്കുക എന്ന സംവിധാനം ഉണ്ടായി. അപ്പോൾ എന്ത് പറ്റി? ആഹാരമൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള പ്രയത്നമൊക്കെ ആയി. പണി കൂടുകയാണ് മനുഷ്യനെ. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ? ഇത് സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യം വന്നു. അത് മാത്രമല്ല, ഈ കണ്ടത് മുഴുവൻ കൊണ്ടുവരുന്നതിനാൽ പിന്നെ ചെല്ലുമ്പോൾ ഒന്നും കാണാനില്ല. എല്ലാവരും ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പിന്നെ ചെല്ലുമ്പോൾ അവിടെ ഒന്നുമില്ല. ത്രേതായുഗത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ എന്തു വേണ്ടി? പിന്നെ വീണ്ടും മുളപ്പിച്ചുണ്ടാവാൻ വേണ്ടി കുറച്ച് വിത്ത് കൊണ്ടുപോയി വിതയ്ക്കേണ്ടതായി വന്നു. ഒന്നുമില്ല, അപ്പോൾ പിന്നെ വിത്ത് വേണം. വിത്ത് കൊണ്ടുപോയി വിതയ്ക്കേണ്ട സാഹചര്യമുണ്ടായി. വിത്ത് വിതച്ചപ്പോഴോ, ഇത് ഞാൻ വിതച്ചതാണ്, ഇതെൻ്റേതാണ്, നിനക്ക് അവകാശമില്ല, മറ്റാരും അതെടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ വിത്തിട്ട് മുളപ്പിച്ച് വളർത്തി കൊണ്ടുവന്നതാണ്. അവകാശവാദമൊക്കെ ആയി വന്നു ത്രേതായുഗത്തിലായപ്പോൾ എന്നാണ്. അപ്പോൾ കൃതയുഗത്തിനേക്കാൾ ഒരു പടി താണു എന്നാണ്. ഇനി അത് ദ്വാപരത്തിലേക്ക് വന്നപ്പോഴോ വളരെ സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ദ്വാപരത്തിലേക്ക് വന്നപ്പോൾ എന്താ പറ്റിയത്? ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ അടക്കി ഏകാഗ്രമായിട്ട് തപസ് ചെയ്യാനുള്ള കഴിവ് പോയി. ത്രേതായുഗത്തിൽ തപസ് ചെയ്തിട്ടാണ് ഈ ജ്ഞാനം സമ്പാദിച്ചിട്ടുള്ളത്. തപസ് ചെയ്യാൻ കരുത്തുണ്ടായിരുന്നു. പക്ഷേ ദ്വാപരത്തിലേക്ക് വന്നപ്പോൾ ഈ മനസ്സിനെ ഒന്ന് അടക്കി നിർത്തണ്ടേ, ഇന്ദ്രിയങ്ങളെ ഒന്ന് അടക്കി നിർത്തണ്ടേ, സ്ഥിതപ്രജ്ഞനാവണ്ടേ, ഈശ്വരനിലേക്ക് മനസ്സിനെ വിലയം പ്രാപിക്കണ്ടേ? കാര്യം സത്രവേദിയിലൊക്കെ ഇരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സ് വീട്ടിൽ കൂടെ ഓടി നടക്കുക, തൊഴുത്തില്ല. ഇവിടെ ഭക്ഷണം എപ്പോൾ കിട്ടും, അത് കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കത്തെ പശുവിനെ കറക്കാൻ. ഭഗവാന്റെ മുമ്പിലായിരിക്കുക. അപ്പോൾ ഈ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തപസ് സാധ്യമാവുന്നില്ല. ജ്ഞാനസമ്പാദനം ബുദ്ധിമുട്ടായി മാറുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? മനുഷ്യൻ ഈ ഒഴിവ് കണ്ടുപിടിക്കാൻ വിദഗ്ധനാണല്ലോ. ഒഴിവ് കണ്ടുപിടിക്കാൻ വിദഗ്ധനായതുകൊണ്ട് അടുത്ത മാർഗം കണ്ടെത്തി. യജ്ഞത്തിലേക്ക് മാറി. ഇതൊരു യജ്ഞമാണ് കേട്ടോ, ഇതൊരു യജ്ഞമാണ്. സത്രമൊരു യജ്ഞമാണ്. അപ്പോൾ ജ്ഞാനം എന്നുള്ളത് നേടിയെടുക്കാൻ തപസ് സാധ്യമല്ലാതായി വന്നപ്പോൾ യജ്ഞത്തിലേക്ക് മാറി. യജ്ഞങ്ങളിലൂടെ നമ്മുടെ കരണങ്ങൾക്ക്, വാക്കിനും ചിന്തയ്ക്കും പ്രവൃത്തിക്കുമൊക്കെ കരുത്തുണ്ടാക്കിയെടുത്ത് അത് വഴി തപസ്സിലേക്ക് പോയി തപസ്സിലൂടെ അറിവ് സമ്പാദിക്കുക. അപ്പോൾ യജ്ഞം എന്നുള്ളത് കടന്നു വന്നു. അതും നേടിയെടുക്കാൻ മനുഷ്യനായി എന്നാണ്. യജ്ഞങ്ങളിലൂടെ എല്ലായിടത്തും യജ്ഞങ്ങളൊക്കെ ആരംഭിച്ച് മനുഷ്യൻ മനസ്സിനെ ഏകാഗ്രമാക്കി തപസ് ചെയ്ത് അറിവ് സമ്പാദിക്കുക. അവിടെയും അറിവ് സമ്പാദിക്കപ്പെടേണ്ടതായി മാറി. ഇനി ശരീരധർമ്മത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായി. ശരീരം എന്ന് പറയുന്നതും ആഹാരം എന്ന് പറയുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായി മാറി. ഭോഗികളായി മാറി മനുഷ്യർ എന്നുള്ളതാണ്. ലോഭവും ഭോഗവുമൊക്കെയായി മാറി. വിളവ് ഇല്ലാണ്ടായി. വിളവ് വളരെ ചുരുങ്ങി. ധാന്യങ്ങൾ താനേ മുളച്ച് അത് വിളഞ്ഞ് സുഭിക്ഷമായി കിട്ടിയിരുന്ന കൃതയുഗത്തിൽ നിന്ന് വിത്ത് കൊണ്ടുപോയി വിതച്ച് മുളപ്പിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വിത്ത് വിതച്ചാലും ഒന്നും ഉണ്ടാവാത്ത അവസ്ഥയായി. വിത്തില്ലാണ്ടാത്ത അവസ്ഥയായില്ലേ ഇപ്പോൾ വിത്തും ഇല്ല അല്ലേ? ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിത്തുകളാണിപ്പോൾ. ഹൈബ്രിഡും മാറി. GM വിത്തുകളെന്നാണ് പറയുക. ജനറ്റിക്കലി മോഡിഫൈഡ്. എന്താ പ്രത്യേകത? തക്കാളി മാത്രമേ ഉള്ളൂ, വിത്തില്ല. വിത്ത് വേണമെങ്കിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, കാശ് കൊടുത്ത് മേടിക്കണമെന്നാണ്. അത്തരത്തിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ ധാന്യങ്ങൾ തന്നെ മുളയ്ക്കണില്ല, വിത്ത് വിതച്ച് നിവൃത്തിയില്ല. ആ സമ്പ്രദായം എല്ലാം തീർന്നു. പിന്നെ എന്ത് വേണം? കൃഷിയിൽ വളം, കീടനാശിനി, മാരകമായിട്ടുള്ള എൻഡോസൾഫാൻ സഹിതം അടിച്ചാലേ 2 തേങ്ങ കിട്ടൂ എന്ന അവസ്ഥയിലേക്ക് വന്നു. അല്ലാതെ ഒന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറി എന്നാണ്. അങ്ങനെ ശരീരത്തിൽ അധ്വാനം കൂടി. പ്രയത്നം മുഴുവൻ ഈ ശരീരത്തിന് വേണ്ടിയിട്ടായി മാറി. ഒരു തരത്തിലും നിവൃത്തിയില്ലാതായി മാറി. അതിനെ ഞാൻ സർപ്പക്കാവുമായി ഒന്ന് ചേർത്ത് വായിച്ചപ്പോൾ
കൃഷിഭൂമികൾ നമ്മളിങ്ങനെ ഈ തരത്തിൽ വിളവ് കിട്ടാതെ വന്നപ്പോൾ കൃഷിഭൂമിയൊക്കെ നമ്മളിങ്ങനെ കയ്യേറി പണ്ട് പൂർവികർ 6-1 പക്ഷിക്ക്, 6-1 മൃഗത്തിന്, 6-1 ഉരകത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സർപ്പക്കാവുകളൊക്കെ നമ്മുടെ എല്ലാം തറവാടുകളോട് ചേർത്ത് വച്ചിരുന്നത്. അവിടെ നമുക്ക് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. അവർക്ക് സ്വൈരവിഹാരമായിരുന്നു അവിടെ സർപ്പക്കാവ് എന്ന് പറയുന്നത്. വലിയ പരിസ്ഥിതി സന്തുലനത്തിനുള്ള സഹജീവി സ്നേഹത്തിൻ്റെ, ഭാരതീയ സംസ്കാരത്തിൻ്റെ മകുടോദാഹരണങ്ങളായിരുന്നു, പ്രതീകങ്ങളായിരുന്നു സർപ്പക്കാവുകൾ. എപ്പോഴാണ് ഒരു പുതിയ കാഴ്ചപ്പാട് ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ പറഞ്ഞു കാവ് തീണ്ടേണ്ടതാണ്, കാവ് തീണ്ടണമെന്ന്. കാവിലൊന്നും വലിയ കാര്യമില്ല എന്നാണ്. അങ്ങനെ സർപ്പക്കാവുകളൊക്കെ കയ്യേറി കൃഷിയുടെ ഭാഗമാക്കി മാറ്റി എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നീട് 10-30 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ചറിയുന്നുണ്ട് കാവിൻ്റെ പ്രസക്തിയും പ്രാധാന്യമൊക്കെ. പക്ഷേ കൈവിട്ടത് വളരെ അമൂല്യമായിട്ടുള്ള ഒരു പൈതൃക സമ്പത്തായിരുന്നു എന്ന്. അപ്പോൾ ഇവിടെ വളം ചേർത്തിട്ട്, കീടനാശിനി ചേർത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും ഒന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. എവിടെ? ദ്വാപര യുഗത്തിൽ എന്ന് നാം അറിയണം. അതുകൊണ്ട് തന്നെ യജ്ഞങ്ങളുടെ എണ്ണം കൂടി. എല്ലായിടത്തും സത്രമല്ലേ? എന്നാലോചിച്ച് നോക്കൂ. ഇത്രയധികം നവാഹങ്ങളും ഇത്രയധികം സപ്താഹങ്ങളും ഇത്രയധികം സത്രങ്ങളും ഇത്രയധികം യജ്ഞങ്ങളും മറ്റൊരു കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ? പക്ഷേ നല്ലതാണ്. കാരണം ഈ യജ്ഞത്തിലൂടെ വിശ്വാസവും ഭക്തിയും ഏകാഗ്രതയും ഭഗവാനെ അറിയുന്നതിനും ഭാഗവത ധർമ്മം എന്തെന്ന് മനസ്സിലാക്കുന്നതിനും നമുക്ക് സാധിക്കുന്നതാണ്. ഇത്രയധികം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ട് ഈ സത്രവേദിയെ ധന്യമാക്കുമ്പോൾ അതാണ് സനാതന ധർമ്മത്തിൻ്റെ കരുത്ത് എന്നുകൂടി നാം അറിയേണ്ടതുണ്ട്. അപ്പോൾ ഭക്തിയും വിശ്വാസവും ഒക്കെ ഞങ്ങളിലൂടെ കിട്ടി. അത് തപസ്സിലൂടെ, ആ തപസ്സിലൂടെ ജ്ഞാനസമ്പാദനം ഇപ്പോഴും ത്രേതായുഗത്തിലും സാധ്യമായി. ഇനി കലിയുഗത്തെക്കുറിച്ചാണ്. അതിലാണല്ലോ നാം ഒക്കെ ജീവിക്കുന്നത്. ഈ കരഭാജനൻ കലിയുഗ വർണ്ണന നടത്തുകയാണ്. എന്താണ് കലിയുഗത്തിൻ്റെ മുഖ്യ സംസ്കാരം എന്ന് പറയുന്നത്? നാമസങ്കീർത്തനമാണ്. ജ്ഞാനം, തപസ്, യജ്ഞം, ഇത് 3ഉം ദുഷിച്ചു എന്നാണ്. സത്രമൊക്കെ നടത്തുന്നവർ തന്നെ തമ്മിൽ അടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനസമ്പാദനം എന്നുള്ളത് സത്രങ്ങളുടെ ഉദ്ദേശമായി മാറിയാലോ, ദുഷിച്ചാലോ? തപസ്സിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വാർത്ഥ താല്പര്യങ്ങളാവുമ്പോഴോ, അറിവ് നേടുന്നത് സ്വന്തം സുഖത്തിനു വേണ്ടിയിട്ടാവുമ്പോഴോ? അവിടെയാണ് നാം നാരദനെയൊക്കെ പഠിക്കേണ്ടത്. അറിവ് ലോക കല്യാണത്തിനായി വിളംബരം ചെയ്തവരാണ്. നവയോഗികൾ അങ്ങനെയുള്ളവരാണ്. നമ്മുടെ പൂർവികരെല്ലാം അങ്ങനെയുള്ളവരാണ്. മുനി പുങ്കവന്മാരായ നമ്മുടെ ആചാര്യ പരമ്പര മുഴുവൻ അതിങ്ങോട്ട് വന്ന് ശങ്കരാചാര്യ സ്വാമികളും വിവേകാനന്ദ സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അടക്കം ഇന്നെത്തി നിൽക്കുന്ന ചിദാനന്ദപുരി സ്വാമി വരെ, അമൃതാനന്ദമയി അമ്മ വരെ അറിവ് സമൂഹത്തിന് പകർന്നു നൽകുന്നത് ലോക കല്യാണം എന്നുള്ളതാണ്. അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിരുന്നില്ല എന്നറിയണം. ഈ സന്ദർഭത്തിൽ ഒരു ചെറിയ കാര്യം സ്വാമി വിവേകാനന്ദനെ സ്പർശിക്കുന്നത്, അദ്ദേഹം ഭാരത പര്യടനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പ്ലാറ്റ്ഫോമിലൂടെ നടക്കുമ്പോൾ അടുത്ത് കണ്ട ആളിനെ കണ്ടപ്പോൾ കൈകൂപ്പിയിട്ട് എനിക്ക് വിശന്നിട്ട് മേല, ഒരു പ്രഭാത ഭക്ഷണത്തിന് ഒരു സഹായം ചെയ്യണം എന്ന് പറയുകയും അദ്ദേഹം സ്വാമി വിവേകാനന്ദന് കുറച്ച് രൂപ എടുത്തു കൊടുക്കുന്നു. സ്വാമി ആ രൂപയുമായി പോയി വെളിയിലിറങ്ങി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി തുക കൊണ്ടുവന്ന് ഈ തന്നയാളിൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുകയാണ്. ഭാരതത്തിൻ്റെ ഋഷി സങ്കല്പത്തിൻ്റെ സൗന്ദര്യം എന്താണ് എന്ന് നാം അറിയണം. അപ്പോൾ ഈ പൈസ കൊടുത്ത ആൾ അത്ഭുതപ്പെട്ടിട്ട് പറയും, അയ്യോ ഇതിൻ്റെ ഒരു ആവശ്യമില്ല, ഞാനിത് അങ്ങേക്ക് തന്നതാണ്, തിരിച്ചു തരേണ്ടതില്ല, അങ്ങേക്ക് സൂക്ഷിക്കാം. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, നമ്മൾ ആദ്യം പഠിച്ചതാണ്, നാളേക്ക് സൂക്ഷി വയ്പ്പിക്കുന്നവനല്ല സന്യാസി. ആരാണ് സന്യാസി, ആരാണ് നാരദനെന്ന് പഠിച്ചില്ലേ? സന്യാസി ആരാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ ഈ ചെറിയ ഒരു പ്രവൃത്തിയിലൂടെ കാട്ടിത്തരുകയാണ്. ഇപ്പോൾ
ഇപ്പോൾ സന്യാസി സമൂഹമൊക്കെ ഇന്ന് അത് തിരിച്ചറിയണമെന്നാണ്. നമ്മുടെ സന്യാസി പരമ്പര, ആചാര്യ പരമ്പര, അദ്ദേഹം പ്രസംഗിക്കുന്നത് അമേരിക്കയിൽ അങ്ങനെയാണല്ലോ. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ധർമ്മത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ലോകത്തിൻ്റെ ഏറ്റവും പഴക്കമുള്ള ആചാര്യ പരമ്പരയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രോമാഞ്ചമുണ്ടാവണ്ടേ? നിർഭയമായി അദ്ദേഹം ഇത് പറയുമ്പോൾ നമുക്ക് അഭിമാനമുണ്ടാവണ്ടേ? മറ്റ് സംസ്കൃതികളൊക്കെ കല്ലും ആയുധവും എടുത്ത് മൃഗത്തിൻ്റെ പുറകെ സുരക്ഷിതത്വത്തിനായി പോയപ്പോൾ സർവകലാശാലകൾ പണിതവരാണ് നമ്മുടെ പൂർവികർ, നളന്തയും തക്ഷശിലയും. അഭിമാനമുണ്ടാവണ്ടേ? തല ഉയർന്നു നിൽക്കണ്ടേ? നെഞ്ചു വിരിച്ചു നിന്ന് എൻ്റെ ധർമ്മം ഇതാണ് എന്ന് പറയാൻ നമുക്ക് സാധ്യമാവണ്ടേ? അതാണ് കലിയുഗ വർണ്ണനയിൽ നാം അത് കാണുന്നു. ജ്ഞാനവും തപസ്സും യജ്ഞവും എല്ലാം ഇല്ലാണ്ടാവും. ഇതെല്ലാം ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശശുദ്ധി ഉണ്ടാവില്ല, ഫലം ഉണ്ടാവില്ല എന്നാണ്, ദുഷിക്കുമെന്നാണ്. പഞ്ചമഹാവ്രതങ്ങളൊന്നും പാലിക്കുന്നവരില്ലാതാവുമെന്നാണ്. അഹിംസ, സത്യ, അസ്തേയ, ബ്രഹ്മചര്യ, അസംഗ്രഹ പഞ്ചമഹാവ്രതങ്ങളാണ്. സത്യവും അഹിംസയും ബ്രഹ്മചര്യവും ഒക്കെ പാലിക്കുന്നവരുടെ എണ്ണം വല്ലാതെ കുറയും എന്നാണ്. സത്യയുഗത്തിൽ നിന്ന്, കൃതയുഗത്തിൽ നിന്ന് കലിയുഗത്തിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ആരെങ്കിലും വിശ്വാസമുണ്ടോ? പഠിപ്പിക്കുന്ന സാറുമാരെ വിശ്വാസമുണ്ട്. അവരെ വിശ്വസിക്കാതെ നിവൃത്തിയില്ലാത്തതാ. അവരെയും വിശ്വസിക്കുന്നില്ല. സാറുമാരെല്ലാം ഹിപ്പോക്രാറ്റുകളെന്നാണ് പറയും. നോക്കൂ, കലാലയങ്ങളിലെ അധ്യാപകരോടുള്ള പെരുമാറ്റവും സംസ്കാരവും ഒക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നില്ലേ? ഗുരുവന്ദനം എന്നുള്ളതിൽ ഇല്ലേ? ഗുരുക്കന്മാരെ വന്ദിച്ച പാരമ്പര്യവും സംസ്കാരവുമുള്ള ഭാരതത്തിലാണ് ഗുരുവിനെതിരായിട്ടുള്ള ഈ അപമാനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഗുരുവിനെ പോലും ഒരു ആദരവ് കൊടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. വർണ്ണാശ്രമ ധർമ്മങ്ങൾ ഒന്നും പാലിക്കില്ല എന്ന്, അതിനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് സമൂഹത്തിൽ ഭിന്നതയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കി സ്വാർത്ഥ ലാഭം നേടുക എന്ന തരത്തിലേക്ക് കലികാലത്തിൽ വന്നു. വർണ്ണാശ്രമ വ്യവസ്ഥയൊക്കെ വളരെ വിശദീകരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത പ്രഭാഷണത്തിൽ അത് വളരെ കൃത്യമായി പറയുമെന്നാണ് എനിക്ക് തോന്നുക. ഇപ്പോൾ വർണ്ണാശ്രമ ധർമ്മം എന്നുള്ളത് ലോകത്തിൽ ഇത്രയും കൃത്യമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി മറ്റൊന്നില്ല. അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് നശിപ്പിച്ച് മനുഷ്യരുടെ ഉള്ളിൽ വിഷം കടത്തി വിട്ടു എന്നുള്ളതാണ്. പഞ്ചമഹാവ്രതങ്ങൾ ഒന്നും പാലിക്കുന്നില്ല എന്നാണ്. എങ്കിലും പ്രതീക്ഷയുണ്ട്. കാരണം ശാസ്താംകൽ ക്ഷേത്രത്തിലെ സത്രവേദിയിൽ ഇത്രയും സജ്ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഞങ്ങളെപ്പോലെയുള്ള എളിയവരായ ആളുകളെ വിളിച്ചിട്ട് അറിയുന്നതൊക്കെ പറയാൻ സ്വാതന്ത്ര്യം നൽകുന്നു. ചെറിയ കാര്യമല്ല അത്, ചെറിയ കാര്യമല്ല. വീട്ടിലിരുന്നാൽ ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, പദ്ധതി ഉണ്ടായിരുന്നതാ. ഇപ്പം ഏതായാലും പൊയ്ക്കളയാം. ആ കമ്മിറ്റിക്കാർ പല പ്രാവശ്യം വന്ന് പറഞ്ഞതാ. അത് മാത്രമല്ല, ഇന്നലെയും രാവിലെ കാപ്പ് കുടിച്ചു, ഉച്ചയ്ക്കുണ്ടു, ഒരു നാണം വരണ്ടേ, എന്നാൽ പിന്നെ ഇന്ന് പോയി കുറച്ച് നേരം ഇരുന്ന് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇരുന്നാലും ഇവിടെ എത്തിയില്ലേ? ഇവിടെ എത്തി ഇത് കേൾക്കാൻ നമുക്ക് സാധിച്ചില്ലേ? അത് വളരെ ശുഭകരമാണ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഭക്തിയിലൂടെ, ശ്രദ്ധയിലൂടെ, വിശ്വാസത്തിലൂടെ നാമസങ്കീർത്തനം ചെയ്താൽ കലികാലത്തിലും മോക്ഷപ്രാപ്തിക്ക് സാധ്യതയുണ്ട് എന്ന് കരഭാജനൻ ഈ കാലത്തിലൂടെ സഞ്ചരിച്ചിട്ട് ജീവൻ്റെ സംസ്കാര പ്രവാഹത്തെ വിശദീകരിക്കുകയാണ്. എങ്ങനെയാണ് സംസ്കാരം വ്യത്യാസപ്പെട്ടു വരുന്നത് എന്ന് വിശദീകരിക്കുകയാണ്. നിമി ചക്രവർത്തിക്ക് തൃപ്തിയായി. 9 ആളുകൾ, 9 യോഗീശ്വരന്മാർ ജ്ഞാന വിളംബരം ചെയ്തപ്പോൾ നിമി ചക്രവർത്തിയുടെ ആശങ്കയും ജിജ്ഞാസയും എല്ലാം തീർന്നു. അതുകൊണ്ട് വസുദേവ, നമ്മുടെ തുടക്കം നാരദനിൽ നിന്നാണ് കേട്ടോ. നാരദ വസുദേവ സംവാദമാണ്. അതിനിടയിൽ നാരദനാണ് പോയി നവയോഗികളെ പിടിച്ചുകൊണ്ട് വന്നത്. നാരദൻ അവസാനിപ്പിക്കുകയാണ്, അതുകൊണ്ട് വസുദേവ, നിന്റെ സംശയങ്ങളൊക്കെ തീർന്നു കാണൂല്ലോ അല്ലേ? നീ ചോദിച്ചത് ഒരു പൂവാണ്, ഞാൻ നിനക്കൊരു പൂക്കാലമാണ് തന്നത്. നീ ചോദിച്ചത് ഭാഗവത ധർമ്മം എന്താണ് എന്നാ, ഞാനത് വളരെ വിശദമായി നവയോഗി ഉപാഖ്യാനത്തിലൂടെ നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇനി നീ ആശങ്കപ്പെടേണ്ടതില്ല. കാരണം നിന്റെ കൂടെ ജഗദ്ഗുരുവായിട്ടുള്ള കൃഷ്ണനുണ്ട്. നിനക്കെന്താ ആശങ്ക? എല്ലാവരും ആരിലേക്കാണോ ഇല്ലേ? ആലോചിച്ച് നോക്കൂ. ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരു
ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം അല്ലേ? നമ്മളൊക്കെ കൊതിക്കുന്നതല്ലേ ആ പാട്ടൊന്ന് കേട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗുരുവായൂരപ്പൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നിറങ്ങുകയല്ലേ ദാസേട്ടൻ അതിങ്ങനെ പാടി വയ്ക്കുമ്പോൾ അല്ലേ? ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാനോർത്തു പോകും. ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് കേട്ടോ. അവിശ്വാസികളെ ഇതൊന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ പോകണ്ട, വന്നോളും, എല്ലാം വന്നോളും, ഇങ്ങോട്ട് വരാതെ നിവൃത്തിയില്ല. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാനോർത്തു പോകും. ഒരു പീലി എങ്ങാനും കാണുമ്പോഴവിടുത്തെ ഒരു പീലി എങ്ങാനും കാണുമ്പോഴവിടുത്തെ തിരുമുടി കൺമുൻപിൽ മിന്നിമായും തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഇതിനപ്പുറത്ത് എന്താ ഒരു ഭാഗ്യം നമുക്കുണ്ടാവാനുണ്ടത്? ഗുരുവായൂരപ്പൻ്റെ അടിമയായിട്ടുള്ള ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി മാഷ് എഴുതി സംഗീത ബ്രഹ്മമായിട്ടുള്ള TS രാധാകൃഷ്ണൻ മാഷ് സംഗീതം നൽകിയിട്ടുള്ള ഇത് കേട്ടാൽ തന്നെ ഗുരുവായൂരപ്പൻ നമ്മുടെ മുമ്പിൽ വരികയാണ്. അതുകൊണ്ട് നാമസങ്കീർത്തനത്തിലൂടെ നിൻ്റെ വീട്ടിലിരിക്കുന്ന ഗുരുവായൂരപ്പനെ ഒന്ന് വിശ്വസിച്ചാൽ, അച്ഛനോട് പറയുകയാണ് കേട്ടോ, എന്തോ മറന്നുപോയി, അതാ പാട്ടൊന്നും അങ്ങനെ ഓർമ്മയിലങ്ങ് വന്നപ്പോൾ പാടി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വസുദേവനോട് പറയുകയാണ്, എടാ നീ അച്ഛനായിട്ടിങ്ങനെ ഇരിക്കാൻ തന്നെ എന്തൊരു ജന്മപുണ്യമാണില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലപ്പുറം എന്താ ഒരു ജന്മസുഹൃതം. ഞാൻ ദാസേട്ടൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, എത്ര ഭഗവാന്മാരാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്നത്, ഉണരുന്നത് അല്ലേ? ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം. ഇത് കേൾക്കാതെ അയ്യപ്പൻ ഉറങ്ങാൻ പറ്റില്ല എന്നേ, അയ്യപ്പൻ ഉറങ്ങാൻ പറ്റില്ല. ഇതിനപ്പുറത്തൊരു ജന്മപുണ്യമുണ്ടോ? ഇപ്പോൾ നീ എത്ര പുണ്യാത്മാവാണ്, നിൻ്റെ കൂടെ നിൻ്റെ മകനായി വീട്ടിൽ ആളിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ മതി, ചേർന്നു നിന്നാൽ മതി, മുക്തി ഉണ്ടാവും, മോക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞ് മാമുനി നാരദ മഹർഷി അവിടെ നിന്ന് ദ്വാരകയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിൽ ഒന്ന് ചിന്തിച്ച് ഉറപ്പിക്കണം എന്ന് പറയുകയാണ് ഞാൻ. ഇതാണ് നമ്മുടെ സംസ്കാരം. ഇതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ കഥകളിലൂടെ കാര്യം പറയുന്നവരായിരുന്നു നമ്മുടെ പൂർവികർ. നേരം പോക്കിന് കഥ പറഞ്ഞവരല്ല നമ്മുടെ ആളുകൾ കേട്ടോ. കഥയ്ക്കുള്ളിലെ കഥ എന്താണെന്ന് അറിയണം. കഥയ്ക്കുള്ളിലെ അറിവ് പകർന്നു നൽകുന്നതിനായിരുന്നു അവർ കഥകളൊക്കെ പറഞ്ഞത്. നാരദൻ നവയോഗിയെ കൊണ്ടുവന്നത്, ആ കഥ കൊണ്ടുവന്നത് അതിനകത്തെ ഭാഗവത ധർമ്മം എന്താണ്, ഭക്തൻ ആരാണ്, മായയിൽ നിന്ന് മോചനം നേടാൻ എന്താ മാർഗം, ഈ കലികാലത്തിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി വിവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പോൾ കഥകളിലൂടെ അറിവുകളെ പകർന്നു നൽകിയവരാണ് നമ്മുടെ പൂർവികർ. ഇനി ശ്രീകൃഷ്ണനെ ഒന്ന് നോക്കൂ. ഇത് സത്രമല്ലേ, ഭാഗവതമല്ലേ ഇവിടെ പറയപ്പെടുന്നത്. ശ്രീകൃഷ്ണൻ ഭാഗവതത്തിലൂടെ എന്തുമാത്രം കഥകളാണ് നമ്മെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. കഥകളുടെ ഒരു മായാവസന്തമാണ് ഭഗവാൻ എന്ന് അല്ലേ. ഇത്രയും മനോഹരമായ കഥകളുടെ ഒരു ഉദ്യാനമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റട്ടെ. കഥ കേൾക്കുന്നതിനോടൊപ്പം കഥയ്ക്കുള്ളിലെ അറിവ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ ഈ സത്രവേദികൾ നമുക്ക് സഹായകരമാവട്ടെ, ഉപകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിളിച്ചതിനും ഇത്രയും ശ്രവിച്ചതിനുമുള്ള
നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭാരതം ജയിക്കട്ടെ.